Very good morning to everyone. So we are starting our day 3 session. It's an honor to welcome our distinguished resource person Vishal Krishna, who will be leading this faculty development program. Vishal is highly accomplished software engineer and app developer, specialization in the technologies such as JavaScript, React, Naive, and Rust. He has an impressive track record of contributing to groundbreaking projects in distributed system and front-end development through his roles at re-owned organizations. In addition to his professional achievements, Vishal is a creator of Sify, an open source tool for managing templates, which showcases his passion for innovation and open collaboration. With his fast technical expertise and creative problem solving approach, Vishal is here to provide us a valuable insight into GitHub. Let's a warm welcome Vishal Krishna as we embark on enriching the session, exploring a new possibility in GitHub. Over to you, Vishal. Thank you, Bindu ma'am, for the warm welcome. Are you able to hear me? Am I audible? Yes, Vishal. Okay, so hi all. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഗിറ്റും ലിനക്സ് കമാൻഡ്സും ആണ്. അപ്പോൾ നമുക്ക് സെഷനിലേക്ക് ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ സ്ക്രീൻ വിസിബിൾ ആണോ എല്ലാവർക്കും? ഓക്കെ, സോ നമ്മൾ ഇന്ന് ഇത്രയും ടോപ്പിക്സ് ആയിരിക്കും ഫോക്കസ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ എന്താണ് വേർഷൻ കൺട്രോൾ എന്ന് നോക്കും, എന്താണ് വേർഷൻ കൺട്രോൾ സിസ്റ്റം എന്നുള്ളത് നോക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗിറ്റ് എന്താണെന്ന് നോക്കും, ഗിറ്റിന്റെ ഹിസ്റ്ററി എന്താ, പിന്നെ ഗിറ്റ് എങ്ങനെയാണ് ബേസിക്കായിട്ട് യൂസ് ചെയ്യുന്നത് നോക്കും. അതിനുശേഷം ഗിറ്റബ് എന്താണ് ഗിറ്റും ഗിറ്റബ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അപ്പം ഗിറ്റബ് എങ്ങനെയാണ്, ഗിറ്റബിന്റെ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഗിറ്റിന്റെ മണ്ടയിലുള്ളത് അതൊക്കെ നോക്കും. അതിനായിട്ട് നമുക്ക് കുറച്ച് ബേസിക് കോഡിംഗ് ടൂൾസ് നോക്കും. പിന്നെ നമുക്കൊരു ഹാൻഡ്സ് ഓൺ സെഷൻ വെച്ച് നമുക്ക് ഒരു വെബ് ആപ്പ് ഡെവലപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ആ വെബ് ആപ്പ് നമുക്ക് ഗിറ്റബ് ബേസ് യൂസ് ചെയ്ത് ഡിപ്ലോയ് ചെയ്യാം. അപ്പോൾ ബേസിക്കലി ഈ ഒരു സെഷൻ കഴിയുമ്പോൾ നമ്മൾ എയിം ചെയ്യുന്നത് പാർട്ടിസിപ്പൻസ് എല്ലാവർക്കും ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി ആ വെബ്സൈറ്റ് പബ്ലിക്കായിട്ട് ഡിപ്ലോയ് ചെയ്യാൻ സാധിക്കും. അപ്പം അതാണ് ഈ സെഷൻ്റെ ഒരു ഉദ്ദേശം. സോ ലെറ്റ് സ്റ്റാർട്ട്. ഞാൻ വിശാലാണ്. ഞാൻ ബൈമിയ കോഫി എന്ന കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്ത് വരുവാണ്. സോ ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് VCS? VCS എന്ന് പറയുമ്പോൾ വേർഷൻ കൺട്രോൾ സിസ്റ്റം എന്നാണ്, അതിൻ്റെ ഷോർട്ട് ഫോം ആണ് VCS. VCS ചെയ്യുന്നത് പറയുമ്പോൾ ഡെവലപ്പേഴ്സിന്, എഞ്ചിനീയേഴ്സിനും ഡെവലപ്പേഴ്സിനും അവരുടെ വർക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് VCS എന്ന് പറയുക. അപ്പോൾ ബേസിക്കലി വേർഷൻ കൺട്രോൾ സിസ്റ്റം നമുക്ക് ഒരു സ്പെസിഫിക് സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയറിന്റെ പഴയ വേർഷൻ ഇത്, പുതിയ കറണ്ട് വേർഷൻ ഇത്, ഫ്യൂച്ചർ വേർഷൻ ഇത്. അപ്പോൾ നമുക്ക് ഈ ഓരോ വേർഷനും അക്രോസ് ആയിട്ട് കോഡ് ബേസ് മാറിക്കൊണ്ടിരിക്കും. കാരണം നമ്മൾ കോഡ് ബേസ് മാറിയാണല്ലോ പുതിയ ഫീച്ചേഴ്സും എല്ലാം വരുന്നത്. അപ്പോൾ ഈ കോഡ് ബേസിന്റെ ഹിസ്റ്ററി ഇങ്ങനെ ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു സിസ്റ്റമാണ് വേർഷൻ കൺട്രോൾ സിസ്റ്റം. ഓരോ വേർഷൻ വെച്ച് നമുക്ക് കോഡ് ബേസിനെ ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ ഞാനിപ്പോൾ വേർഷൻ 1.0 എനിക്ക് വേർഷൻ 0.9 തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വേർഷൻ കൺട്രോൾ സിസ്റ്റം വെച്ച് .1ന്റെ കോഡ് മാറ്റി .9 മാറാം, തിരിച്ച് റിവേർട്ട് ചെയ്യാം. അപ്പം അതാണ് വേർഷൻ കൺട്രോൾ സിസ്റ്റം ബേസിക്കലി ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് കുറച്ചധികം ഫീച്ചേഴ്സ് ഒരു VCSനകത്ത് ബിൽറ്റ് ഇൻ ആയിട്ടുണ്ട്. അപ്പം എൻ്റെ സെഷൻ്റെ പേസ് ശരിയല്ല എന്നുണ്ടെങ്കിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ ആരെങ്കിലും ഒന്ന് മൈക്ക് ഓണാക്കി പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഐ അപ്രീഷിയേറ്റ്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഉടനെ പറയണേ. നമുക്ക് ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു. ഓക്കെ, സോ നമ്മൾ ഫേസ്റ്റ്ലി നമുക്ക് VCS വെച്ച് എങ്ങനെയാണ് എഞ്ചിനീയേഴ്സ് കൊളാബറേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പം നമുക്ക് ബേസിക്കലി കോമൺ നോളജ് ആണെന്ന്, ഒരു കമ്പനിയിൽ ഒരു പ്രോജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 10-15 എഞ്ചിനീയേഴ്സ് ഉണ്ടാവും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരെങ്ങനെയാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുക, എങ്ങനെയാണ് ഇവർ ഈ 10-15 എഞ്ചിനീയേഴ്സും കൂടെ എങ്ങനെയാണ് കോഡ് ചെയ്തത്. അപ്പം നമ്മളിപ്പോൾ ഒരാൾ ഒരു സാധനം ബിൽഡ് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു സാധനം ബിൽഡ് ചെയ്ത് തുടങ്ങും. നമ്മൾ ബിൽഡ് ചെയ്ത് പോകുമ്പോഴേക്കും നമ്മളുടെ ഒരു മനസ്സിലുള്ള ഒരു മെന്റൽ ഇമേജൊക്കെ നമ്മൾ ചെയ്ത് പോകുന്നത്. അപ്പോൾ മറ്റൊരാൾ കയറി വരുമ്പോൾ അത് എപ്പോഴും അല്ലെങ്കിലും എപ്പോഴും ഒരു ബ്ലോക്കർ പോലെയാണ് നമുക്ക് ആദ്യം തോന്നുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ കമ്പനീസ് 15 അല്ലെങ്കിൽ 20 എഞ്ചിനീയേഴ്സിനെ കൊണ്ടുവന്നിട്ട് അവരെല്ലാം കൂടെ ഒന്നിച്ച് എങ്ങനെയാണ് പ്രൊഡക്റ്റീവ് ആക്കുക.
അപ്പൊ അതിന് VCS തന്നെയാണ് യൂസ് ചെയ്യുക. അതെങ്ങനെയാണ് VCS കൊളാബറേഷൻ എനേബിൾ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ബേസിക്കലി VCSന്റെ ഒരു എയിം അല്ല കൊളാബറേഷൻ എനേബിൾ ചെയ്യുക എന്നുള്ളത്, പക്ഷെ അത് ഇന്നഡ്വർട്ടൻ്റ്ലി തന്നെ കൊളാബറേഷൻ എനേബിൾ ചെയ്യും. അപ്പം എങ്ങനെയാണ് അത് വർക്ക് ചെയ്യാൻ? നമുക്ക് ഈ ഒരു ബർഗർ ഉണ്ടാക്കുന്ന അനാലിസിസ് നോക്കാം. നമുക്കൊരു റെസ്റ്റോറൻ്റ് ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ നമുക്ക് 4 ഷെഫ്സ് ഉണ്ട്. 4 ഷെഫ്സും 4 ഇൻഗ്രീഡിയൻസ് കുക്ക് ചെയ്യുന്നതിനാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പം അവരെങ്ങനെ ഒന്നിച്ച് കുക്ക് ചെയ്ത് ഒരു ബർഗർ പെട്ടെന്ന് ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു ഐഡിയൽ സിനാരിയോയിലാണെങ്കിൽ വെയിറ്റർ ഓർഡർ കൊണ്ടുവരും. ഓർഡർ കൊണ്ടുവന്നിട്ട് 4 പേര് സ്പ്ലിറ്റ് ചെയ്ത് പോയി പ്ലാൻ ചെയ്യും എന്തൊക്കെയാണ് ഓരോരുത്തരും എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. അവർ അസൈൻ ചെയ്യും. നീ ഹാം ഉണ്ടാക്കും, നീ ചീസ് ഉണ്ടാക്കും, അങ്ങനെ അസൈൻ ചെയ്യും. അപ്പം അസൈൻ ചെയ്തിട്ട് നമ്മൾ അതിനുശേഷം എല്ലാം കൂടെ അവർ ഓരോരുത്തരും ഓരോന്നായിട്ട് ചെയ്യും. എല്ലാം കൂടെ കൺസോളിഡേറ്റ് ചെയ്യും. കൺസോളിഡേറ്റ് ചെയ്തിട്ട് നമ്മൾ ഡെലിവറി ചെയ്യും. അപ്പം അങ്ങനെയാണ് ബേസിക്കലി ഒരു ഐഡിയൽ സിനാരിയോ പോകുന്നത്. പക്ഷെ ഒട്ടുമിക്ക കേസിലും ഒന്നും ഐഡിയൽ സിനാരിയോ ആയിട്ട് പോകാറില്ല. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരും. അപ്പം നമുക്ക് ഈ ഒരു കേസ് തുടങ്ങാം. നമ്മൾ ആദ്യം ഒരു ഓർഡർ കിട്ടുന്നത് ഈ മെയിൻ ആണെന്ന് വെച്ചാൽ, അപ്പം നമുക്ക് ഈ ഒരു ഫ്ലോയിൽ നിന്ന് മാറി ഒരു ഇഷ്യൂ വരുമ്പോൾ എങ്ങനെ അതിനെ ടാക്കിൾ ചെയ്യാന്നുള്ളതിനായിട്ട് ഈ ഫ്ലോ ഒന്ന് മാറ്റി നമുക്ക് ഇങ്ങനെ ഇമാജിൻ ചെയ്യാം ഫ്ലോയിൽ. അപ്പം ആദ്യം നമുക്ക് ഒരു ഓർഡർ വരും. ഓർഡർ വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് അതിനകത്ത് ഒരു ബർഗർ ആണെങ്കിൽ ബർഗറിനകത്ത് ബൺ വേണം, ഹാം വേണം, ഡയറി വേണം, പിന്നെ വെജീസും വേണം. അപ്പം നമുക്ക് 4 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് ബർഗർ ഉണ്ടാവാനായിട്ട്. 4ഉം കുക്ക് ചെയ്യാനായിട്ട് 4 പേരാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, അപ്പം 4 പേർക്കും വർക്ക് സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് ഡയറി ഉണ്ടാക്കുന്ന ആൾ മിൽക്ക് എടുത്ത് ചീസ് ഉണ്ടാക്കാൻ തുടങ്ങി. വെജീസ് ഉണ്ടാക്കുന്ന ആൾ കട്ട് ചെയ്ത് ബോയിൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആയി. അപ്പം ബൺ ഉണ്ടാക്കുന്ന ആൾ ഡോ വെച്ചിട്ട് ബൺ ബേക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പം ഇത് ചെയ്യുന്നതിനിടയ്ക്ക് അപ്പം എല്ലാവരും ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ഹാം ഉണ്ടാക്കുന്ന ആൾ മസാല ഉണ്ടാക്കി. പക്ഷേ ഈ പറയുന്ന ഹാം ഉണ്ടാക്കുന്ന പുള്ളിക്ക് അവൻ യൂസ് ചെയ്യാൻ അറിയില്ല എന്ന് വെച്ചു. അപ്പൊ അവിടെ ഫ്രൈങ് പാൻ അവിടെ റെസ്റ്റോറൻറ്റിൽ ഇല്ല, അവൻ വെച്ച് വേണം ചെയ്യാനായിട്ട്. പക്ഷെ ബൺ ഉണ്ടാക്കുന്ന ആളാണ് അവനിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പുള്ളിക്ക് ഒരു കാര്യം ചെയ്യാൻ അറിയത്തില്ല, ഈ ഒരു പുള്ളിക്ക് അതും കൂടെ ചെയ്യാൻ അറിയാം. അപ്പൊ നമ്മുടെ റിയൽ വേൾഡിലെ സിനാരിയോ മിക്കവാറും ഇങ്ങനെ ഐഡന്റിക്കലാണ്. 15 പേരെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താലും ചിലപ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ കുറച്ച് എന്തെങ്കിലും അറിയാൻ പാടില്ലായിരിക്കും, മറ്റൊരാൾക്ക് കുറച്ച് കൂടെ അറിയാൻ സാധിക്കുന്ന ആളായിരിക്കും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ കൊളാബറേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മസാലയെ എടുത്ത് ഈ പുള്ളിയിലേക്ക് കൊടുക്കും. പുള്ളിയുടെ വർക്ക് ചെയ്യും. ആദ്യം ഡോ ഉണ്ടാക്കും. എന്നിട്ട് ഈ മസാലയെ അവനെ വെച്ച് ചെയ്യാനായിട്ട് അതിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാറ്റി ഫിക്സ് ചെയ്തിട്ട് തിരിച്ചത് ഈ പുള്ളിക്ക് കൊടുക്കും. ഈ പുള്ളി അത് വെച്ച് ഫ്രൈ ചെയ്യും. എന്നിട്ട് അവസാനം എല്ലാവരുടെയും കൂടെ വർക്ക് കൺസോൾട്ടേറ്റ് ചെയ്യും. അപ്പം ഇങ്ങനെ ആയിരിക്കാം കുറച്ചുകൂടെ നമുക്കൊരു റിയൽ വേൾഡിൽ സംഭവിക്കാൻ ചാൻസ് ഉള്ളൊരു കാര്യം. അപ്പം അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇത് സോഫ്റ്റ്വെയറിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക? അതായത് ഇപ്പം ഇതൊരു വെബ് ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ആയിരുന്നെങ്കിൽ നമ്മൾ ആദ്യം ഒരു സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് നമുക്കപ്പോൾ ഒരു വെബ് ഡെവലപ്മെന്റ് പ്രോജക്റ്റിന് എന്തൊക്കെ വേണം? ഒരു സെർവർ വേണം, ഒരു ജാവാസ്ക്രിപ്റ്റ് വേണ്ടി വരും, HTML വേണ്ടി വരും, CSS വേണ്ടി വരും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ സെർവർ അപ്പം HTML ഉണ്ടാക്കുന്ന ആൾ സ്ട്രക്ചർ ചെയ്യും, എലമെന്റ്സ് ഉണ്ടാക്കും. CSS ഉണ്ടാക്കുന്ന ആള് സ്റ്റൈൽ ചെയ്യും, എന്നിട്ട് അത് HTML-ലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പം ജാവാസ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്ന ആള് ആദ്യം യുഐക്കുള്ള ലോജിക് ഉണ്ടാക്കും. അതിനുശേഷം സെർവർ ഉണ്ടാക്കുന്ന ആള് അതിനെല്ലാം കൂടെ കൂട്ടി വെച്ചൊരു വെബ്സൈറ്റ് ആക്കും. അപ്പൊ ഈ സെർവർ ഉണ്ടാക്കുന്ന ആളിന് എന്തൊരു ഡൗട്ട് വന്നു, സെർവർ ഉണ്ടാക്കുന്ന ആളിന് ഉണ്ടാക്കാൻ അറിയാം, ജാവാസ്ക്രിപ്റ്റ് ചെയ്യുന്ന ആളിന് ഒരു ഡൗട്ട് വന്നു. അപ്പം അയാളുടെ വർക്കിനെ ഒരു കോപ്പി എടുത്ത് ഈ പുള്ളിക്ക് കൊടുക്കും. അപ്പോൾ ഈ എഞ്ചിനീയറിന് ഈ കോപ്പി കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ കോപ്പിയിലേക്ക് കൺട്രിബ്യൂട്ട് ചെയ്യും. അതായത് ഈ ജാവാസ്ക്രിപ്റ്റ് എഞ്ചിനീയർ ചെയ്ത കാര്യത്തെ ഇങ്ങോട്ട് കോപ്പി ചെയ്യും. കോപ്പി ചെയ്തിട്ട് ഈ എഞ്ചിനീയർ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത ക്രാഷ് ഫിക്സ് ചെയ്തിട്ട് തിരിച്ചത് ജാവാസ്ക്രിപ്റ്റ് ചെയ്യുന്ന എഞ്ചിനീയറിന് കൊടുക്കും. എന്നിട്ട് പുള്ളിയുടെ വർക്കും ചെയ്യും. അപ്പൊ അവസാനമാകുമ്പോൾ നമുക്ക് 4 പേരും വർക്ക് കംപ്ലീറ്റ് ആണ്. അവസാനം കൂടെ കൺസോളിഡേറ്റ് ചെയ്ത് നമുക്ക് വെബ്സൈറ്റ് ആക്കാൻ പറ്റും. അപ്പൊ ഇതാണ് ബേസിക്കലി വേർഷൻ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുക. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇതിൽ തന്നെ നമുക്ക് 2 ടെർമിനോളജി പഠിക്കാം. ഒന്നെന്ന് പറയുമ്പോൾ വേർഷൻ കൺട്രോൾ സിസ്റ്റംസ് വർക്ക് ചെയ്യുന്ന ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചറാണ്. എന്നിട്ട് ഓരോ കാര്യവും ചെയ്യുന്നത് അതിൻ്റെതായിട്ടുള്ള ബ്രാഞ്ചസിലാണ്. ട്രീ ഒരു ഡേറ്റ സ്ട്രക്ചർ ആണെന്ന് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അപ്പോൾ ആ ട്രീക്ക് ആണെങ്കിൽ ബ്രാഞ്ചസ് ഉണ്ട്, നോട്ട്സ് ഉണ്ട്. അപ്പം ഈ ഓരോ സ്പെസിഫിക് കാര്യം നമ്മൾ ചെയ്യുന്നത് ഒരു ബ്രാഞ്ച് ഫോക്കസ് ചെയ്തായിരിക്കും. ഇപ്പൊ ജാവാസ്ക്രിപ്റ്റ് ആണെങ്കിൽ ജാവാസ്ക്രിപ്റ്റിന് ഒരു ബ്രാഞ്ച് ഉണ്ടാവും, HTML ഒരു ബ്രാഞ്ച് ഉണ്ടാവും, അങ്ങനെ ആയിരിക്കും. ഇനി ബ്രാഞ്ചസ് ഇങ്ങനല്ല, വേറെ രീതിക്കും കുറച്ച് ബ്രോഡായിട്ട് നമുക്ക് ബ്രാഞ്ചസ് ചെയ്യാൻ പറ്റും. അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഡെമോ ചെയ്യാം. അപ്പോൾ ബേസിക്കലി ഇങ്ങനെയാണ് VCSന്റെ സ്ട്രക്ചർ എന്ന് പറയുക. അപ്പൊ അവസാനം നമുക്ക് ബ്രാഞ്ചസിൽ നിന്ന് വേറെ ബ്രാഞ്ചസ് ഉണ്ടാക്കാം. ഒരു ബ്രാഞ്ചിൽ നമുക്ക് വേറെ ബ്രാഞ്ച് ഉണ്ടാക്കാം. ഒരു ബ്രാഞ്ച് വർക്ക് ചെയ്യുന്ന ആളാണ് ബ്രാഞ്ച് സ്വിച്ച് ചെയ്തിട്ട് വന്ന് കൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ പല ബ്രാഞ്ചസ് തമ്മിൽ തിരിച്ച് മേർജ് ചെയ്ത്
വലിയൊരു മെയിൻ ബ്രാഞ്ച് ആക്കാനും പറ്റും. അപ്പൊ ഇങ്ങനെയാണ് ഇതാണ് ബേസിക്കലി വേർഷൻ കൺട്രോൾ സിസ്റ്റം ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, എന്തെങ്കിലും മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ആണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ യൂഷ്വലി നമ്മൾ ഇന്നത്തെ VCS സിസ്റ്റംസിനകത്ത് നമുക്കൊരു ഫസ്റ്റ് തുടങ്ങുമ്പോൾ ഒരു മെയിൻ ബ്രാഞ്ച് ഉണ്ടാവും. അതിനകത്തായിരിക്കും ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കോഡ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതിനെക്കാളും ഞാനൊരു ഒറിജിനൽ കോഡ് ബേസ് കാണിച്ചു തരാം. ലൈക്ക് ഒറിജിനലായിട്ട് ഇപ്പോൾ GitHub യൂസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റ് കാണിച്ചു തരാം. എന്നിട്ട് അതിനകത്ത് അവരെങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. എൻ്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ അല്ലേ? ഓക്കെ, സോ ഇത് ഓപ്പൺ പൈലറ്റ് എന്ന് വെച്ചിട്ട് ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇത് ആക്ച്വലി കാർസിനെ സെൽഫ് ഡ്രൈവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. നോർമൽ കാർസിനെ സെൽഫ് ഡ്രൈവിംഗ് കാർസ് ആക്കും. അപ്പോൾ ഇതിപ്പം GitHubലേക്ക് നമുക്ക് വരാം. അതിനുമ്പോൾ ഞാൻ ബ്രാഞ്ചസ് കാണിക്കാനായിട്ടാണ്. ഇതിനെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം 76 ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യവും ഈ ഓപ്പൺ പൈലറ്റിലേക്ക് ബ്രൗസ് ചെയ്ത് ചെല്ലുമ്പോൾ നമ്മൾ മാസ്റ്റർ എന്ന് പറഞ്ഞ ബ്രാഞ്ചിലാണ് ചെല്ലുന്നത്. മെയിൻ അല്ലെങ്കിൽ മാസ്റ്റർ. അപ്പം ആദ്യം പണ്ട് കാലത്ത് VCSകൾ ഉപയോഗിച്ചിട്ടിരുന്നത് ബേസ് ബ്രാഞ്ച് മാസ്റ്റർ എന്നായിരുന്നു പേരിട്ടിരുന്നത്. ഇപ്പം അത് മെയിൻ ആക്കി പേര് മാറ്റി. നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ നമ്മൾ മാസ്റ്റർ ബ്രാഞ്ചിലേക്കായിരിക്കും പോവുക. നമ്മൾ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ഈ മാസ്റ്റർ ബ്രാഞ്ചിൽ ഇതൊരു ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പബ്ലിക്കായിട്ട് കോഡ് എടുത്ത് കാണിച്ചു തരാൻ പറ്റുന്നത്. ഈ മാസ്റ്റർ എന്ന് പറഞ്ഞ ബ്രാഞ്ചിനകത്ത് നമുക്ക് ഇപ്പോൾ ഉള്ള കറണ്ട് സ്റ്റേബിൾ കോഡ് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ആ സോഫ്റ്റ്വെയറിന്റെ സ്റ്റേബിൾ വേർഷൻ, അതായത് ഇന്ന് ആൾക്കാർ ഉപയോഗിക്കുന്ന സ്റ്റേബിൾ വേർഷൻ എന്താണ്? ഇതിന്റെ ഇപ്പോൾ ഇതെന്ന് വെച്ചാൽ സംഭവം ഇത്രേ ഉള്ളൂ. ഒരു കാറിന്റെ വിൻഷീൽഡിലേക്ക് ഒരു ഡിവൈസ് അറ്റാച്ച് ചെയ്യും. ആ ഡിവൈസ് കാറിനെ സെൽഫ് ഡ്രൈവ് ചെയ്യും. അപ്പൊ അതാണ് ഈ പ്രോജക്റ്റിന്റെ ഒരു ജിസ്റ്റ് എന്ന് പറയുക. അപ്പൊ ഈ ഡിവൈസിനകത്ത് ഓടുന്ന സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഈ കാണുന്ന ഫയൽസും ഫോൾഡേഴ്സും ഒക്കെ. അപ്പൊ ഇന്നത്തെ കറണ്ട് സ്റ്റേറ്റ് എന്താണ്, ഇന്നത്തെ ഏറ്റവും സ്റ്റേബിൾ സ്റ്റേറ്റ്, ആൾക്കാർ ഉപയോഗിക്കുന്ന സ്റ്റേബിൾ സ്റ്റേറ്റ് എന്താണെന്ന് കാണണമെങ്കിൽ എനിക്ക് ഈ മാസ്റ്റർ ബ്രാഞ്ചിൽ പോകാം. അപ്പൊ അതുപോലെ വേറെ പല ബ്രാഞ്ചസ് ഉണ്ടാവും. നമുക്കിപ്പോ വേറൊരു ബ്രാഞ്ചിലേക്ക് പോവാം. ഡെവൽ എന്ന് പറഞ്ഞൊരു ബ്രാഞ്ചിലേക്ക് പോകാം. അപ്പൊ ഡെവൽ എന്ന് പറയുമ്പോഴേക്കും ഇവർ വേറെന്തോ ഒരു ഫീച്ചർ ഉണ്ടാക്കുവാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ. ഇപ്പം ആൾക്കാർക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന ബ്രാഞ്ച് എന്ന് പറയുമ്പോഴേക്കും മാസ്റ്ററാണ്. മാസ്റ്ററിൽ സ്റ്റേബിൾ ആയിട്ട് കോഡ് പോകുന്നു. അപ്പൊ ഇവർക്കൊരു ഐഡിയ വരുവാണ് പുതിയൊരു ഫീച്ചർ ഇംപ്ലിമെന്റ് ചെയ്യണം. പുതിയൊരു സംഭവം ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിവൈസിനകത്ത് പുതിയൊരു ഫീച്ചർ കൊണ്ടുവരും. ഇപ്പം നമ്മുടെ മൊബൈൽ ഫോൺസിലൊക്കെ ആണെങ്കിൽ തന്നെ ഇപ്പം ആൻഡ്രോയിഡ് ഫോൺസ് യൂസ് ചെയ്യുന്നവരാണെങ്കിലും iOS യൂസ് ചെയ്യുന്നവരാണെങ്കിലും നമുക്ക് ഓരോരോ ഇപ്പം ആൻഡ്രോയിഡ് ആണെങ്കിൽ ആൻഡ്രോയിഡ് 14 നിന്ന് ആൻഡ്രോയിഡ് 15 പോകും. അപ്പോൾ നമ്മൾ ഒരുപാട് ചേഞ്ചസ് എക്സ്പെക്ട് ചെയ്യും. പക്ഷേ അതിനിടയ്ക്ക് മിഡ് ലൈഫ് കുറെ അപ്ഡേറ്റ് വരും. ആൻഡ്രോയിഡ് 14.2 14.5 അങ്ങനെ അപ്ഡേറ്റ് വരും. അപ്പോൾ ഇതിനിടയ്ക്കാണെങ്കിലും ശരിക്കും പക്ഷേ ഈ ആൻഡ്രോയിഡ് 14 കോഡെല്ലാം കൂടെ ഒറ്റ ഒരു ബ്രാഞ്ചിൽ തന്നെ ഒറ്റ ഒരു സെറ്റായിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുക. അപ്പോൾ എങ്ങനെയായിരിക്കും അവർ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ആൻഡ്രോയിഡ് 14 കോഡ് ബേസ് ഇങ്ങനെ വെച്ചേക്കും. ഇവിടെ മാസ്റ്റർ വെച്ചിരുന്നത് പോലെ അവർ സ്റ്റേബിൾ കോഡ് ബേസ് അങ്ങനെ വെച്ചേക്കും. എന്നിട്ട് പുതിയൊരു ബ്രാഞ്ച് മാസ്റ്ററിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യും. നമ്മൾ നേരത്തെ ബർഗർ ഉണ്ടാക്കാൻ ബണ്ണിന്റെ ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തില്ലേ, അതുപോലെ മാസ്റ്ററിനകത്ത് നിന്ന് ആ കോഡ് ബേസിന്റെ ഒരു കോപ്പി എടുത്ത് വേറൊരു ബ്രാഞ്ച് ഉണ്ടാക്കും. എന്നിട്ട് ആ ബ്രാഞ്ചിൽ ഇവരുടെ ചേഞ്ചസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ബ്രാഞ്ചിനെ എടുത്ത് മാസ്റ്ററിലേക്ക് തിരിച്ച് മേർജ് ചെയ്യും. അപ്പൊ അതുപോലെ ഇപ്പൊ ഇവിടെ ഒരുപാട് ഫീച്ചേഴ്സ് നടക്കുന്നുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ് കൺകറന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരുവാണ്. അപ്പം ഇതൊന്നും നടക്കുന്ന സമയത്ത് മെയിൻ കോഡ് ബേസിനെ അഫക്ട് ചെയ്യുന്നില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പം മാസ്റ്ററിലാണ് ഇതെല്ലാം ഇവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന സംഭവമാണിത്. അപ്പം മാസ്റ്ററിനകത്ത് ഇവർ ഓരോന്നിടത്ത് മാറ്റുമ്പോൾ എന്തെങ്കിലും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ റോഡിൽ ഓടുന്ന കാറിലൊക്കെ ചെന്ന് തമ്മി ഇടിച്ചു. അപ്പോൾ അത് നമുക്ക് അക്സെപ്റ്റബിൾ അല്ല. ആ കോഡ് ബേസിന് ആ ഒരു കോഡിനെ നമുക്ക് സെക്യൂർ ആയിട്ട് വെക്കാം. എന്നിട്ട് അതിന്റെ പുറത്ത് നമുക്ക് ഹൈഡ്രേറ്റ് ചെയ്യണം. ഹൈഡ്രേറ്റ് ചെയ്യാനാണ് ഈ കോഡ് ബേസിന്റെ ഒരു കോപ്പി ഉണ്ടാക്കി അതിനെ ആ കോപ്പിയിലാണ് നമ്മൾ ഹൈഡ്രേഷൻ നടത്തുക. എന്നിട്ട് ഹൈഡ്രേഷൻ നടത്തി വന്ന് നമുക്ക് വേണ്ട സ്ഥിതിയിലാവുമ്പോൾ ടെസ്റ്റിംഗ് എല്ലാം കഴിയുമ്പോൾ ആ ഒരു ഹൈഡ്രേഷൻ നടത്തിയ കോഡ് ബേസിനെ എടുത്ത് ഈ പഴയതിലേക്ക് മേർജ് ചെയ്യും, ആ ചേഞ്ചസ് എല്ലാം കൂടെ. അപ്പോൾ ആ സ്റ്റേബിൾ ആയിട്ടുള്ള കോഡ് ബേസിലും ഫീച്ചേഴ്സ് ഒക്കെ വരും. മാസ്റ്ററിലേക്ക് മേർജ് ചെയ്യും. അപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള കോഡ് ബേസിൽ ആ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആവും.
ഇങ്ങനെയാണ് ബേസിക്കലി ബ്രാഞ്ചസും വേർഷൻ കൺട്രോളും വർക്ക് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ കോഡ് ബേസ് മാനേജ് ചെയ്യുക. ഇത്രയും ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? മാസ്റ്ററിൽ അപ്പം ചേഞ്ചസ് വരുത്തേണ്ടി വരില്ലേ മെർജ് ചെയ്യുമ്പോൾ? വരുത്തേണ്ടി വരും. മാസ്റ്ററിൽ ചേഞ്ചസ് വരുത്തേണ്ടി വരുമ്പോൾ നമ്മൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്റ്ററിൽ ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും ചേഞ്ച് വരത്തില്ല. മാസ്റ്ററിനകത്ത് ചേഞ്ച് വരുത്തേണ്ടി വരുമ്പോൾ മാസ്റ്ററിൽ നിന്ന് ഒരു കോപ്പി എടുത്ത് പുതിയൊരു ബ്രാഞ്ച് ഉണ്ടാക്കും. എന്നിട്ട് ആ ബ്രാഞ്ചിലേക്കും ചേഞ്ചസ് വരുത്തുക. എന്നിട്ട് അവിടെ നിന്ന് ചേഞ്ചസ് എല്ലാം ആയി കഴിയുമ്പോൾ തിരിച്ച് ചേഞ്ചസ് എല്ലാം വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ ആ മാറ്റം വരുത്തിയ ബ്രാഞ്ചിനെ എടുത്ത് മാസ്റ്ററിലേക്ക് മേർജ് ചെയ്യും. മാസ്റ്റർ നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള മാസ്റ്റർ അഫക്റ്റ് ആകത്തില്ല. അതാണ് അതിന്റെ ജിസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലെങ്കിൽ ഞാൻ ഒന്നും പറയാം കേട്ടോ. ഓക്കെ, കണ്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും നേരം ജനറിക് ആയിട്ടാണ് VCS എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് VCS എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ അല്ല കേട്ടോ. അതായത് ഇപ്പോൾ വാട്സാപ്പ് പോലെ VCS ഒരു സോഫ്റ്റ്വെയർ അല്ല. VCS ഒരു കാറ്റഗറി സോഫ്റ്റ്വെയർ ആണ്. ഒരു സോഷ്യൽ ടൂൾസ് നമ്മൾ പറയുന്ന പോലെ, സോഷ്യൽ ടൂൾസിൽ ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് ഒക്കെ വരുന്ന പോലെ VCS എന്ന് പറഞ്ഞൊരു സെറ്റ് ഓഫ് ഒരു ടൈപ്പ് ഓഫ് ടൂളാണ്. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് എക്സാമ്പിൾ ആണ്, ഏറ്റവും പോപ്പുലർ എക്സാമ്പിൾ ആണ് ഗിറ്റ് എന്ന് പറയും. ഗിറ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഗിറ്റ് ഉണ്ടാക്കിയ ലൈനസ് ടോറൽസ് ആണ്. ലിനക്സിന്റെ ക്രിയേറ്റർ ആണ്. പുള്ളിയുടെ ഗിറ്റിന്റെ പേരിട്ടതിനെ കുറിച്ചുള്ള പുള്ളിയുടെ കോട്ട് ഇതാണ്. ലിനക്സ് എന്ന് പറഞ്ഞാൽ പുള്ളിയെ കുറിച്ച് ഈ പേരിന്റെ എസ് മാറ്റി എക്സ് ആക്കിയാണ് ലിനക്സ് ആക്കിയത്. ഗിറ്റ് എന്ന് പറയുക സെൽഫായിട്ട് ഹ്യൂമിലേറ്റ് ചെയ്യുന്ന ഒരു ടേമാണ്. പുള്ളി ഭയങ്കര ഹമ്പിൾ ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു എന്താ പറയുക, അതിന്റെ ഒരു റിസൾട്ടാണ് ഈ പേരിട്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ മാർക്കറ്റ് ഷെയർ നോക്കി കഴിഞ്ഞാൽ ഗിറ്റ് ആണ് 93% ഓഫ് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഗിറ്റ് ആണ്. ബാക്കി സബ്വേർഷൻ, മെർക്യൂറിയൽ, അതേപോലെ കുറെ സംഭവങ്ങളുണ്ട്. ഇനിയുണ്ട് CBS, പെർഫോർ ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ വളരെ കുറച്ച് നെഗ്ലിജിബിൾ മാർക്കറ്റ് ഷെയർ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഗിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം എന്ത് സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇന്നത്തെ ഒരു രീതിക്ക് വയ്ക്കാൻ പറ്റും. കോർപ്പറേറ്റ് ഓർഗനൈസേഷൻസ് ആണെങ്കിലും ഓപ്പൺ സോഴ്സ് പ്രോജക്ട്സ് ആണെങ്കിലും എല്ലാവരും ഗിറ്റാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഗിറ്റ് എന്ന് പറയുമ്പോൾ ഗിറ്റിനകത്ത് നമുക്ക് ബ്രാഞ്ച് ചെയ്യാൻ പറ്റും. സ്റ്റേജ്, ക്ലോണ്, പുള്ള്, ഇതൊക്കെ എന്താണെന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പൊ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. 2005 ലൈനസ് ടോറൽസ് ആണ് കണ്ടുപിടിച്ചത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ആദ്യം നമുക്ക് കുറച്ച് ബേസിക് ടെർമിനോളജി പഠിക്കാം. ഈ ടെർമിനോളജീസ് നമുക്കൊന്ന് മനസ്സിൽ വെച്ചേക്കേണ്ട കാര്യമാണ്. ഇനി എപ്പോഴായാലും മനസ്സിൽ വെച്ചേക്കേണ്ട കാര്യമാണ്. കാരണം നമ്മൾ എന്ത് തരം വേർഷൻ കൺട്രോൾ സിസ്റ്റമായിട്ട് വർക്ക് ചെയ്താലും ഈ ടെർമിനോളജി അറിയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലോസ്റ്റ് ആയി. നമുക്ക് ഫസ്റ്റ് ആയിട്ടൊന്ന് നോക്കാം റെപ്പോസിറ്ററി. എന്താണ് റെപ്പോസിറ്ററി? റെപ്പോസിറ്ററി എന്ന് പറയുമ്പോഴേക്കും ഞാനിപ്പോൾ കാണിച്ചിരുന്ന ഓപ്പൺ ബൈലറ്റ് ഇല്ലേ, ഒന്നുകൂടെ ആവശ്യം അറിയാം. ഈ ഓപ്പൺ ബൈലറ്റ് ഇല്ലേ, ഓപ്പൺ ബൈലറ്റ് എന്ന് പറഞ്ഞ റെപ്പോസിറ്ററി ആണ്. അപ്പോൾ ഈ കോമ AI എന്ന് പറഞ്ഞ ഓർഗനൈസേഷനകത്ത് ലോഡ് ആയിക്കോട്ടെ. ഓക്കെ, സോ നമുക്ക് ഇതൊരു ഓർഗനൈസേഷൻ ആണ്. ഈ ഓർഗനൈസേഷന്റെ റെപ്പോസിറ്ററീസ് ആകുമ്പോൾ ഇവർക്ക് 137 റെപ്പോസിറ്ററീസ് ഉണ്ട്. 137 ഡിഫറെന്റ് പ്രോജക്ട്സ് ആയിരിക്കാം. ഇത്ര റെപ്പോസിറ്ററി ആണ്. ഇപ്പൊ ഇത് ഓരോന്നും ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന റെപ്പോസിറ്ററി ആണ്. ഇതിപ്പം ഡോക്യുമെന്റേഷൻ റെപ്പോസിറ്ററി ആണ്, ഡോക്സ് എന്ന് പറയുക. ഫ്ലാഷ് എന്ന് പറയുക വേറെന്തോ റെപ്പോസിറ്ററി ആണ്. പാൻഡ എന്ന് പറയുന്ന അവരുടെ ഡിവൈസിനകത്ത് ഓടുന്ന വേറൊരു കൊച്ച് മൈക്രോ കൺട്രോളറുടെ സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഒരുപാട് റെപ്പോസിറ്ററീസ് ഉണ്ട്. ഇപ്പം ഒരു പ്രത്യേക തരം കാര്യം ചെയ്യുന്ന കോഡ് അത്രയും കൂടെ നമ്മൾ ഒരു റെപ്പോസിറ്ററിക്കകത്ത് വെക്കും. അതായത് ഇതിപ്പോൾ അവരുടെ വെബ് ആപ്പിന്റെ കോഡാണ്, ന്യൂ കണക്ട് എന്ന് പറയുക. അപ്പം നമുക്ക് ഇമാജിൻ ചെയ്യാന്നേ ഉള്ളൂ. ഒരു ഡിവൈസിനകത്ത് ഓടുന്ന സോഫ്റ്റ്വെയർ വേറെ, വെബ്സൈറ്റ് വേറെ. ഇപ്പം രണ്ടാണ്. ഇപ്പം വാട്സപ്പ് എടുത്തു കഴിഞ്ഞാൽ വാട്സപ്പിന്റെ ഫോണിനകത്ത് ഓടുന്ന ആപ്പ് വേറെ, വാട്സപ്പ് വെബ് വേറെ. അപ്പൊ രണ്ട് എൻറ്റയർലി സെപ്പറേറ്റ് കോഡ് ബേസ് ആണ്. ഇപ്പൊ രണ്ട് റെപ്പോസിറ്ററിക്ക് എന്ന് പറയുമ്പോൾ രണ്ട് റെപ്പോസിറ്ററിക്ക് എൻറ്റയർലി വേറെ ടെക്സ്റ്റ് ആയിരിക്കാം, വേറെ ലാംഗ്വേജ് ആയിരിക്കാം. രണ്ടും അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വേറെ കാര്യങ്ങളായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് അതിന് പല റെപ്പോസിറ്ററീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടേം എന്ന് പറയുമ്പോൾ റെപ്പോസിറ്ററി. നമ്മൾ ഒരു പ്രൊജക്ട് ഒരാൾ ചെയ്തു, അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് പോയിട്ട് കണ്ടു കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്നത് റെപ്പോസിറ്ററി ഉണ്ടോ, റെപ്പോസിറ്ററി എവിടെയാണ് എന്നാണ് ചോദിക്കുക. അപ്പോൾ ആ റെപ്പോസിറ്ററി ആണിത്. അടുത്ത ടെർമിനോളജി എന്ന് പറയുമ്പോഴേക്കും ക്ലോണിംഗ് എന്ന് പറയും. ക്ലോണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു റെപ്പോസിറ്ററി എടുത്തിട്ട്, ഇപ്പൊ ഞാൻ കാണിച്ച റെപ്പോസിറ്ററി എത്രയും നെറ്റിനകത്തുള്ളതാണ്, ഇതെല്ലാം റിമോട്ടാണ്, എൻ്റെ കമ്പ്യൂട്ടറിനകത്തുള്ളതല്ല. അപ്പോൾ ഇതിനെ നമ്മൾ ക്ലൗഡിലുള്ളതാണ്. എല്ലാം ക്ലൗഡിൽ നിന്ന് എങ്ങനെയാണ് ലോക്കലിലേക്ക് എടുക്കുക, ആ ലോക്കലിലേക്ക് കോപ്പി ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ക്ലോണിംഗ് എന്ന് പറയും. ഓക്കെ അല്ലേ?
ഓക്കെ ആണോ? യെസ് സർ, ഓക്കെ ആണ്. ഓക്കെ, ശരി. അടുത്ത സ്റ്റേജിംഗ് എന്ന് പറയാം. സ്റ്റേജിംഗ് എന്ന് പറയുമ്പോഴേക്കും ഞാനിപ്പോൾ ഒരു റെപ്പോസിറ്ററി ക്ലോൺ ചെയ്തു, എന്നിട്ട് ഞാൻ കുറച്ച് ഫയൽസ് ചേഞ്ച് ചെയ്തു അതിനകത്ത്. ആ കോഡ് ഇപ്പൊ ഈ കോഡ് എടുത്തു കഴിഞ്ഞാൽ ഈ കോഡിനകത്ത് കുറെ ഫയൽസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ ഫയൽസിനകത്ത് ഞാൻ കുറച്ച് ഫയൽസ് ചേഞ്ച് ചെയ്തു. ഞാനിപ്പോൾ ഓപ്പൺ ഫയൽ തന്നെ എടുക്കാം. ഇതെടുത്തു. ഇതിനകത്തുള്ള കുറച്ച് ഫയൽസ് ഞാൻ ചേഞ്ച് ചെയ്തു. ഈ ഫയൽ ഞാൻ ചേഞ്ച് ചെയ്തു. അപ്പം ഇത് ഒരുപാട് ഫയൽസ് ഉണ്ട്. ഇതിനകത്ത് ഒരു 2 ഫയൽ ഞാൻ ചേഞ്ച് ചെയ്തു. 2 ഫയൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗിറ്റിന് അറിയാൻ പറ്റും നമ്മൾ ഫയൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ. ഗിറ്റ് ഇങ്ങനെ ഇതിപ്പം എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ എന്ത് ഫയലാണ് ചേഞ്ച് ചെയ്യുന്നത്. ഫയൽ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഗിറ്റിന് അറിയാൻ പറ്റും ഏതൊക്കെ ഫയൽസ് ചേഞ്ച് ആയിട്ടുണ്ടെന്ന്. അപ്പം നമ്മൾ സ്റ്റേജ് ചെയ്യുക എന്ന് പറയുമ്പം ഗിറ്റിൻ്റെ അടുത്ത് പറയും, ഓക്കെ ഇതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്ത ഫയൽസ് ആണ്, ഇനി ഈ ചേഞ്ചസിനെ എടുത്ത് സേവ് ചെയ്യാൻ പ്രിപ്പയർ ചെയ്തോ എന്ന് പറയും. ആ പ്രിപ്പയർ ചെയ്തോ എന്ന് പറയുന്ന പ്രോസസ്സിനാണ് സ്റ്റേജിംഗ് എന്ന് പറയുക. നമ്മൾ ഇത് കമാൻഡ്സ് ഉണ്ട്, ഹാൻഡ്സ് ഓൺ കമാൻഡ്സ് ഉണ്ട്, നമ്മൾ അതിലേക്ക് വരാം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ഫയൽസ് ചേഞ്ച് ചെയ്തു. അപ്പോൾ ആ ഫയൽസിനെ ചേഞ്ചസിനെ എടുത്ത് സേവ് ചെയ്യാൻ റെഡി ആയിക്കോ എന്ന് പറയുന്ന സ്റ്റെപ്പിനാണ് സ്റ്റേജിംഗ് എന്ന് പറയുക. അതിനുശേഷം നമുക്ക് കമ്മിറ്റിംഗ് ഉണ്ട്. അപ്പം സ്റ്റേജ് ചെയ്ത ചേഞ്ചസിനെ എടുത്ത് സേവ് ചെയ്തോ എന്ന് പറയുന്നതാണ് കമ്മിറ്റ് എന്ന് പറയുക. സ്റ്റേജിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സേവ് ചെയ്യാൻ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേജാണ്, ചെയ്യുന്ന ഒരു കമാൻഡാണ്. കമ്മിറ്റിംഗ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ആ സ്റ്റേജ് ചെയ്ത ചേഞ്ചസിനെ എടുത്തിട്ട് സേവ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ ഉദ്ദേശിക്കുന്ന പേരാണ് കമ്മിറ്റിംഗ്. ഓക്കെ, ബ്രാഞ്ചിംഗ് എന്ന് പറയുമ്പോഴേക്കും ഞാൻ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ബ്രാഞ്ചിങ്ങും മേർജിങ്ങും സെയിം സാധനം തന്നെയാണ്. പുള്ളും പുഷും വേറെ ഒന്നുമല്ല, ചേഞ്ചസിനെ എടുത്ത് പുഷ് ചെയ്യുക, ചേഞ്ചസിനെ എടുത്ത് ക്ലൗഡിലേക്ക് പുഷ് ചെയ്യാം, ചേഞ്ചസിനെ ക്ലൗഡിൽ നിന്ന് പുള്ള് ചെയ്യാം. ഇത്രയും ടെർമിനോളജി ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, കണ്ടിന്യൂ ചെയ്യും. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, ഇനി നമുക്ക് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മളൊരു ഫയൽ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ, ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഗിറ്റ് ആദ്യം അവെയർ ആയിരിക്കും, പക്ഷേ റെപ്പോയിലേക്ക് ആ ചേഞ്ച് ആഡ് ചെയ്യില്ല. നമ്മൾ ആദ്യം ഗിറ്റ് ആഡ് എന്ന കമാൻഡ് യൂസ് ചെയ്തിട്ട് സേവ്സ് ചേഞ്ച് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഗിറ്റ് കമ്മിറ്റ് അടിക്കുമ്പോൾ ആ സ്റ്റേജ് ചെയ്ത ചേഞ്ചസ് അത്രയും കൂടെ ക്ലൗഡിലേക്ക് അപ്ലോഡ് ആവും. ഓക്കെ ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊന്നൊരു ഹാൻഡ്സ് ഓൺ ചെയ്ത് നോക്കാം ചെറുതായിട്ട്. അപ്പോൾ എല്ലാവരും ലിനക്സ് കമാൻഡ്സിൽ ഫെമിലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാം. ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡ് എന്ന് പറയുമ്പോൾ mkdir എന്നാണ്. ആ ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം LS അടിച്ച് നോക്കുക. LS അടിച്ച് നോക്കുമ്പോഴേക്കും എന്തൊക്കെ ഫോൾഡേഴ്സാണ് ഉള്ളതെന്ന് മനസ്സിലാവും. ഇവിടെ ഈ ലിസ്റ്റ് വയ്ക്കുന്നതൊക്കെ ഈ ഡിവൈസിനകത്തുള്ള ഫോൾഡേഴ്സാണ്. ഇപ്പോൾ ഞാനിപ്പം ഇന്നത്തേക്ക് സെമിനാർ എന്നൊരു ഫോൾഡർ ഉണ്ടാക്കാം, സെമിനാർ. അപ്പോൾ സെമിനാറിനകത്തേക്ക് കയറാനായിട്ട് ഞാൻ CD സ്പേസ് ആ ഫോൾഡറിൻ്റെ പേരടിക്കും. ഓക്കെ, ഇനി ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു 2 ഫയൽസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്കൊരു 2 ഫയൽസ് ഉണ്ടാക്കിയിട്ട് ആ 2 ഫയൽസ് കിറ്റിലേക്ക് കമ്മിറ്റ് ചെയ്ത് കാണിക്കാം ആദ്യമായിട്ട്. ഇപ്പോൾ ഫയൽസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ടച്ച് ഉപയോഗിക്കും. നമ്മളൊരു ഇൻഡെക്സ് HTML ഉണ്ടാക്കാം. പിന്നെ നമുക്കൊരു CS ഫയൽ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഫോൾഡർ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഫോൾഡറിനകത്ത് ഒരു ഗിറ്റ് റെപ്പോസിറ്ററി ഉണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഗിറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ഒരു ഗിറ്റ് റെപ്പോസിറ്ററി ഒരു ഫോൾഡറിനകത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഗിറ്റ് സ്പേസ് ഇനിറ്റ് എന്ന് അടിക്കണം. ഇനിഷ്യലൈസ് എന്നുള്ളതിന്റെ ഷോർട്ട് ഹാൻഡ് ആണ് ഇനിറ്റ്, ഗിറ്റ് സ്പേസ് ഇനിറ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഒരു മെസ്സേജ് കിട്ടും, ഒരു empty ഗിറ്റ് റെപ്പോസിറ്ററി ഇനിഷ്യലൈസ് ചെയ്തു എന്ന് പറയും. ഓക്കെ, ഇനി ഗിറ്റ് റെപ്പോസിറ്ററി ബാക്കി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പറയുന്ന ഡയറക്ടറിക്കകത്ത് ഇപ്പോൾ ഞാൻ സെമിനാർ എന്ന് പറഞ്ഞ ഡയറക്ടറിയാണ് ഉണ്ടാക്കിയപ്പോൾ ഇതിനകത്ത് പുതിയൊരു ഡയറക്ടറി ഗിറ്റ് ഉണ്ടാക്കും, ഡോട്ട് ഗിറ്റ് എന്ന് പറയും. ഇതൊരു ഹിഡൻ ഫോൾഡർ ആണ്. ഇപ്പോൾ വിൻഡോസിന്റെ ഫയൽ എക്സ്പ്ലോററിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റില്ല. ഡോട്ട് ഗിറ്റ് ആണ്. നമുക്ക് ഇതിനകത്താണ് ഗിറ്റിന്റെ ഹിസ്റ്ററി എത്ര സേവ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ ഗിറ്റ് റെപ്പോസിറ്ററി ഡിലീറ്റ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫോൾഡറിനെ ഡിലീറ്റ് ചെയ്താൽ മതി. ഞാനിപ്പം rm ഡോട്ട് ഗിറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫോൾഡർ അങ്ങ് ഡിലീറ്റ് ആയി പോകും. അപ്പം ഇതിനകത്തുള്ള നമ്മുടെ ഗിറ്റ് റെപ്പോസിറ്ററിയും പോകും. ശരി, അപ്പം ഞാനിപ്പം നേരത്തെ 2 ഫയൽ ആഡ് ചെയ്തായിരുന്നു, 2 ഫയൽ ക്രിയേറ്റ് ചെയ്തായിരുന്നു. ടച്ച് വെച്ച് സ്റ്റൈൽസും ചെയ്തു, ഇൻഡെക്സും ചെയ്തു.
നമ്മൾ ഇതിനകത്ത് 2 ഫയൽസ് ഇപ്പോൾ ഉള്ളൂ, ഇൻഡെക്സ് ഉണ്ട്, സെയിൽസ് ഉണ്ട്. ഓക്കെ അല്ലേ? ഇത്ര ക്ലിയർ അല്ലേ? വേറെ ഡൗട്ട് ഉണ്ടോ? വിശാൽ, എക്സ്ക്യൂസ് മീ, വിശാൽ കമാൻഡ് ലൈനിൽ കോപ്പി പേസ്റ്റ് ചെയ്യാവോ കമാൻഡ്സ് എന്ന് ചോദിക്കണേ. ഓ സോറി, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തില്ല അല്ലേ? സോറി. ഓക്കെ മാം, ഓക്കെ, ഒരു മിനിറ്റ്. സ്ക്രീൻ കാണാമല്ലോ അല്ലേ? സ്ക്രീൻ കാണാം. കമാൻഡ്സ് ടൈപ്പ് ചെയ്യുന്നത് ചാറ്റ് വിൻഡോയിലും കൂടെ ഇടുവോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ചാറ്റ് വിൻഡോയിൽ ഇടുമ്പോൾ അവർക്ക് പാരലൽ ആയിട്ട് അതുപോലെ അങ്ങ് ടൈപ്പ് ചെയ്യാമല്ലോ. ഓക്കെ. സോറി കേട്ടോ മാം, ഞാൻ ചാറ്റ് കണ്ടില്ലായിരുന്നു. ദില്ലിയ മാം, ഞാൻ ചാറ്റ് കണ്ടില്ല കേട്ടോ, സോറി. ഓക്കെ, നമുക്ക് ആക്ച്വലി ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് അങ്ങോട്ട് ചോദിച്ചോട്ടെ. നമുക്ക് ഇപ്പൊ ഇവിടെയുള്ള ഈ ഓഡിയൻസിൽ എത്ര പേർക്ക് ലിനക്സ് കമാൻഡ്സ് എല്ലാം ഫെമിലിയർ ആണ്? അപ്പൊ ഞാൻ ലിനക്സ് കമാൻഡ്സ് ചുമ്മാ ചെയ്തു പോയാൽ ഫെമിലിയർ ആയിരിക്കോ, ഓക്കെ ആയിരിക്കോ, അപ്പൊ കമാൻഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുമോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, ഓരോന്നും എന്തിനാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. ഓക്കെ. സോ നമ്മൾ ഇന്നത്തെ നമുക്ക് ഫയൽസ് ഫോൾഡേഴ്സ് എല്ലാവർക്കും അറിയായിരിക്കും. ലിനക്സിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കമാൻഡ് എന്ന് പറയുമ്പോൾ ടച്ച് എന്ന് പറയും കമാൻഡ്. ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ MK ഡയറക്ടറി ആണ് MKDA. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഈ ഒരു കാര്യത്തിനായിട്ട് എൻ്റെ ഡിവൈസിനകത്ത്, ഈ ഒരു ഡിവൈസിനകത്ത് നമുക്ക് സെമിനാർ എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ടാക്കാം. സെമിനാർ എന്ന് പറയാം. അപ്പം ഇതെന്ന് പറയുമ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ഫോൾഡറാണ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ഇട്ടാൽ മതിയോ കമാൻഡ്സ്? മതി വിശാൽ. ഇനി ഡയറക്ടറി ഫിറ്റ് ചെയ്യാനായിട്ട് CD സ്പേസ് ആ ഡയറക്ടറിയുടെ പേര്. ഇനി നമുക്ക് ഇതിനകത്ത് പുതിയൊരു ഗിറ്റ് റെപ്പോസിറ്ററി ഇനിഷ്യലൈസ് ചെയ്യാൻ പോകണം. അപ്പൊ എന്തിനാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്ക് ഒരു ഗിറ്റ് റെപ്പോസിറ്ററി ഒരു പ്രോജക്റ്റിനകത്ത് ഒരു ഫോൾഡറിനകത്ത് ഉണ്ടെങ്കിലേ ആ ഫോൾഡറിനകത്തുള്ള ചേഞ്ചസ് ഗിറ്റ് ട്രാക്ക് ചെയ്യുള്ളൂ. അപ്പൊ അതിനായിട്ട് നമ്മൾ ഗിറ്റ് റെപ്പോസിറ്ററി ഉണ്ടാക്കണം. ഗിറ്റ് റെപ്പോസിറ്ററി ഉണ്ടാക്കാനുള്ള കമാൻഡാണ് git init. ഇനിഷ്യലൈസ് എ ന്യൂ ഗിറ്റ് റെപ്പോസിറ്ററി. അപ്പോൾ ഇത് ശരിക്കും എന്താ പറയാ, പുതിയ ഇനിഷ്യലൈസ് എന്നുള്ളതിന്റെ ഷോർട്ട് ഹാൻഡ് ആണ് ഇനിറ്റ്. അപ്പോൾ ഗിറ്റ് ഇനിറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കും. ഈ ഹിൻസ് ഒന്നും കാണിക്കണമെന്നില്ല, നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് ഈ ഹിൻസ് ഒന്നും കാണിക്കണമെന്നില്ല. ഇതൊരു പഴയ വേർഷനാണ് ഗിറ്റിന്റെ, അതാണ് ഇങ്ങനെ കാണിക്കുക. അപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് കാണിക്കണമെന്നില്ല, ഈ ഒരു ലൈൻ മാത്രമേ വരുള്ളൂ. ഇനിഷ്യലൈസ് empty git repository in ഈ പറയുന്ന ഡയറക്ടറി കഴിഞ്ഞിട്ട് .git എന്ന് പറയും. ഇനി നമുക്ക് എന്ത് കാര്യം ഈ പ്രോജക്റ്റിനകത്ത് ഇപ്പോൾ ഈ ഗിറ്റ് റെപ്പോ ഫുൾ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ .git എന്ന് പറയുന്ന ഫോൾഡർ ഡിലീറ്റ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? RM സ്പേസ് -R ആണ് ഡിലീറ്റ് ചെയ്യേണ്ട കമാൻഡ്. ഓക്കെ അല്ലേ? ഞാൻ സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്യാം. ഇനി ഞാൻ ഇതിനകത്ത് 2 ഫയൽസ് ഉണ്ടാക്കാം. നമുക്കൊരു ഇൻഡെക്സ് HTML വേണം, നമുക്കൊരു styles.css വേണം. ഓക്കെ, ഓക്കെ അല്ലേ? അതുപോലെ ഞാൻ 2 ഫയൽസ് ഉണ്ടാക്കി, ഒരു ഇൻഡെക്സ് HTML ഉണ്ടാക്കി, ഒരു സെയിൽസ് CSS ഉണ്ടാക്കി. അപ്പൊ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ടെർമിനോളജീസ് ഒന്ന് റീകോൾ ചെയ്യാം. നമുക്ക് സ്റ്റേജ് ചെയ്യണം, കമ്മിറ്റ് ചെയ്യണം, പിന്നെ നമുക്ക് ബ്രാഞ്ച് ചെയ്യാൻ പറ്റണം, നമുക്ക്
ഫുള്ളും പുഷും ചെയ്യണം. നമുക്ക് ആ സ്റ്റേജും കമ്മിറ്റ് പ്രാവശ്യം നോക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കമ്മിറ്റ് നോക്കാം. സ്റ്റേജ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഇതിപ്പോ ഈ ഫോൾഡറിനകത്ത് ഡിഫോൾട്ട് ബ്രാഞ്ച് ആക്കി നിൽക്കുക മാസ്റ്ററോ മെയിനോ ആയിരിക്കും. അപ്പോൾ ഈ ഒരു പുതിയ ഫയലിനെ നമുക്ക് സ്റ്റേജ് ചെയ്യാനായിട്ട് ഗിറ്റ് ആഡ് സ്പേസ് ഫയൽ നെയിം. ഓക്കെ ആണോ? ഗിറ്റ് ആഡ് അതുപോലെ എനിക്ക് ഗിറ്റ് ആഡ് സ്റ്റേജ് ചേഞ്ചസ് ചെയ്യാം. അതുപോലെ എനിക്ക് ഗിറ്റ് ആഡ് സ്പേസ് ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള എല്ലാ ചേഞ്ചസ് ചെയ്യാം. ഓക്കെ, ഓക്കെ ആണോ? ഗിറ്റ് ആഡ് ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സ്റ്റേജ് ആവും. ഓക്കെ ആണോ? എനിക്ക് റെസ്പോൺസിലൂടെ കിട്ടിയും കൊള്ളായിരുന്നു കേട്ടോ. ഇതൊരു വൺ സൈഡ് കോൺവെർസേഷൻ അല്ല. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് ചോദിക്കണം. ഇത് എന്നെ സാറിന് വിളിക്കണമെന്നില്ല, എന്നെ വിശാൽ വിളിച്ചാൽ. ഞാനിപ്പോൾ പാസ് ഔട്ട് ആയതേ ഉള്ളൂ. സോ ഓക്കെ, സോ ഗിറ്റ് ആഡ് ഡോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ള ചേഞ്ചസ് എല്ലാം സ്റ്റേജ് ആവും. ഇനി നമുക്ക് കമ്മിറ്റ് ചെയ്യാനായിട്ട് ഗിറ്റ് കമ്മിറ്റ് വേണമെങ്കിൽ മെസ്സേജ് എടുക്കാം. എന്നിട്ട് മെസ്സേജ് എന്നിട്ട് നമുക്ക് ഈ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചേഞ്ചസ് കമ്മിറ്റ് ആവും. ഇനി ഇതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഞാൻ ഈ കമാൻഡോടെ ഷെയർ ചെയ്യാം. എന്തിനാണ് കമ്മിറ്റ് മെസ്സേജ് എന്നുള്ളത് ചിലപ്പോൾ കൺഫ്യൂസിങ് ആയിരിക്കും. പക്ഷെ നമ്മൾ അതിലേക്ക് തിരിച്ചു വരുമ്പം അത് ആ ഡൗട്ട് നമുക്ക് ക്ലിയർ അപ്പ് ചെയ്ത് പോകാം. അപ്പം ഇത്രയും എല്ലാം ഓക്കെ അല്ലേ? ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ. കമ്മിറ്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ആ റെപ്പോസിറ്ററിയിലേക്ക് ആ ചേഞ്ചസ് സേവ് ചെയ്യാണ്ട് ഒരു സേവ് പോയിന്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനാണ് കമ്മിറ്റ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ നേരത്തെ ഇത്ര നേരം നമ്മളിപ്പോൾ ചേഞ്ചസിനെ സ്റ്റേജ് ചെയ്ത് വെച്ചതേ ഉള്ളൂ, അതിനെ സേവ് ചെയ്തില്ല. സേവ് ചെയ്യാൻ വേണ്ടി റെഡിയാക്കി വെച്ചതേ ഉള്ളൂ. കമ്മിറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് അത് ആ ചേഞ്ചസ് നമ്മൾ സേവ് പോയിന്റിലാക്കി സേവ് ആക്കി വെക്കും. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ബാക്കി നമുക്ക് ചെയ്യാമല്ലോ. ബ്രാഞ്ചും ചെക്കൗട്ടും ബ്രാഞ്ച് അക്കൗണ്ട് ഇപ്പോൾ ഡെമോ ചെയ്യാം. നിങ്ങൾക്ക് ഷെയ്ഡ് ചെയ്ത സ്റ്റെപ്പാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കിയും കൂടെ നമുക്ക് പറഞ്ഞിട്ട് ഇതിലേക്ക് തിരിച്ചു വരാം, അല്ലെങ്കിൽ ഫുൾ കൺഫ്യൂസിങ് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ഗിറ്റ്ഹബ് അടുത്ത ഗിറ്റ്ഹബ് നമുക്ക് പരിചയപ്പെടാം. എന്താണ് ഗിറ്റ്ഹബ്? ഇനി ഇപ്പം തന്നെ നമ്മളിപ്പോൾ ഈ കമാൻഡ് ലൈൻ വെച്ച് കുറച്ച് സംഭവങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലായി കാണും, ബേസിക്കലി മനസ്സിലായി കാണും. ഇത് മാത്രം വെച്ച് നമുക്കൊരു പ്രൊഫഷണൽ സ്കെയിലിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. എന്ന് പറയുമ്പോൾ ഈ ഗിറ്റ് ഭയങ്കര ഓസമാണ്. ഗിറ്റിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് എല്ലാം ഭയങ്കര റിക്വയർഡ് ആണ്, ഭയങ്കര നെസസറി ആണ്, എല്ലാം ശരിയാണ്. പക്ഷെ ഗിറ്റ് മാത്രം വെച്ച് നമുക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള എൻവയോൺമെന്റിൽ ഒരു സോഫ്റ്റ്വെയർ ചിലപ്പോൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നവരില്ല. അപ്പം അതിനായിട്ട് പല ഓർഗനൈസേഷൻസും അവരുടേതായിട്ടുള്ള ഗിറ്റ് റാപ്പേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് മൈക്രോസോഫ്റ്റിന്റെ ഗിറ്റ്ഹബ് ആണ്. ഇത് കുറച്ച് സോളോ ഫൗണ്ടേഴ്സ് ഉണ്ടാക്കിയതാണ്. എന്നിട്ട് മൈക്രോസോഫ്റ്റ് തന്നെ അക്വയർ ചെയ്തു. മൈക്രോസോഫ്റ്റ് എല്ലാം അക്വയർ ചെയ്യും, അതുപോലെ ഗിറ്റ്ഹബ് അക്വയർ ചെയ്തു. അപ്പോൾ ഈ ഗിറ്റിന്റെ അതായത് ഇവർ ചെയ്തതെന്ന് വെച്ചാൽ ഗിറ്റ് എടുക്കും. ഗിറ്റ് എടുത്തിട്ട് ഗിറ്റിന്റെ പുറത്തുള്ള കുറെ ആവശ്യമുള്ള കുറെ ഫീച്ചേഴ്സിനെ ബിൽഡ് ചെയ്ത് അവരുടെ ഒരു പുതിയ പ്രൊഡക്റ്റ് ആയിട്ട് ഇറക്കും. അപ്പൊ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ആണ് ഗിറ്റപ്പ്. അതുപോലെ ഇപ്പം അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് ഇഷ്യൂ ട്രാക്കിംഗ് ഉണ്ട്, ഫീച്ചർ റിക്വസ്റ്റ് ഉണ്ട്. ഇപ്പൊ നമുക്കിപ്പോൾ നമ്മുടെ പഴയ ഈ റെപ്പോസിറ്ററിയിലേക്ക് പോവാം, ഓപ്പൺ ബൈറ്റിലേക്ക് പോവാം.
ഓപ്പൺ ബെൽ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇഷ്യൂസ് എന്നൊരു ടാബ് കാണാൻ പറ്റും. ഇത് ഗിറ്റ് ആണ് കേട്ടോ, ഇത് ഗിറ്റ് ആണ്, വെറും ഗിറ്റ് അല്ല, ഗിറ്റ് ആണ്. അപ്പം ഈ ഇതിനകത്ത് നമുക്ക് ഇഷ്യൂസ് ആണ്. ഇപ്പൊ ഇഷ്യൂ ഓപ്പൺ ആണോ, ഇപ്പൊ ഓപ്പൺ ആയിട്ടുള്ള ഇഷ്യൂസ് ആണ്. ഓപ്പൺ ആയത് നമുക്ക് ഇപ്പം ആ സോഫ്റ്റ്വെയറിനുള്ള ഇഷ്യൂസ് ആണ് ഈ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിപ്പോ ഇവർക്ക് 142 ഓപ്പൺ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇഷ്യൂസിൽ ആരെങ്കിലും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഇഷ്യൂസിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ഒക്കെ വിടും. അപ്പൊ ഇതൊക്കെ ഇവിടെ തന്നെ ട്രാക്ക് ചെയ്യാം. പിന്നെ പുൾ റിക്വസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ആൾക്കാർ, മറ്റാൾക്കാർ, വെളിയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ അത്ര അവരായാലും അവർ ഇഷ്യൂസിന് ഫിക്സസ് ഇട്ടിട്ട് മേജ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ ഡിസ്കസ് ചെയ്യാം, അപ്പം ക്ലിയർ ആവും. ഇതുപോലുള്ള ഇതൊന്നും വെറും ഗിറ്റിനകത്ത് ഇതൊന്നും കിട്ടില്ല. പിന്നെ ഗിറ്റ് ആക്ഷൻസ് ഉണ്ട്. ഗിറ്റ് ആക്ഷൻസ് പറയുമ്പോഴത്തേക്കും ഞാനിപ്പം ഒരു പുതിയൊരു ഞാൻ പറഞ്ഞില്ല, മാസ്റ്റർ ഉണ്ട്, പല ബ്രാഞ്ചസ് ഉണ്ടെന്ന്. അപ്പൊ ഈ ഒരു ബ്രാഞ്ചിൽ നിന്ന് ഞാൻ ഒരു ബ്രാഞ്ച് എടുത്തു. ഞാൻ മാസ്റ്ററിൽ നിന്ന് ഒരു ബ്രാഞ്ച് എടുത്തിട്ട് ആ ബ്രാഞ്ചിലെ ചേഞ്ചസ് എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് മാസ്റ്ററിലേക്ക് മേജ് ചെയ്തു. അപ്പം CI/CD എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടോ? എല്ലാവരും ഫെമിലിയർ ആണോ? CI/CD, കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ, കണ്ടിന്യൂസ് ഡിപ്ലോയ്മെന്റ് എന്താണെന്ന് ഫെമിലിയർ ആണോ? ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന നല്ലതായിരിക്കും മിഷൻ. എന്താണ് സാർ? CICD ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന നല്ലതായിരിക്കും, എന്താണെന്നൊന്ന് പറയുന്നത് നല്ലതായിരിക്കും. ഓക്കെ. സോ CI/CD പറയുമ്പോൾ കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ, കണ്ടിന്യൂസ് ഡിപ്ലോയ്മെന്റ്. നമ്മളിപ്പോ ഇത്രേ ഉള്ളൂ. സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആകുമ്പം മടി ഭയങ്കര കൂടുതലാണ്, സാധാരണ ഉള്ളതാണ്. അപ്പോൾ ഈ മടി കാരണം നമ്മൾ മിക്ക കാര്യങ്ങളും ഓട്ടോമേറ്റ് ചെയ്യാൻ നോക്കും. അപ്പൊ അതുപോലെ നമ്മുടെ കോഡിനകത്ത് എറേഴ്സ് ചെക്ക് ചെയ്യുന്നതും കോഡിന് പുതിയൊരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതെടുത്ത് പ്രൊഡക്ഷനിലാക്കുന്നതും ഇന്നത്തെ കാലത്ത് എഞ്ചിനീയേഴ്സ് അല്ല, അത് ഓട്ടോമേറ്റഡ് സോഫ്റ്റ്വെയർ ആണ്. അതിനെ പറയുന്ന പേരാണ് കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ, കണ്ടിന്യൂസ് ഡിപ്ലോയ്മെന്റ്. കണ്ടിന്യൂസ് ഡിപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് തന്നെ കണ്ടിന്യൂസ് ഡിപ്ലോയ്മെന്റ്. ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതിനെ എടുത്ത് ഡിപ്ലോയ് ചെയ്യും. അപ്പം ഇതൊന്നും ഗിറ്റിലില്ല, ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഗിറ്റില്ല. ഗിറ്റ് ഒരു ബെയർ ബോൺ സോഫ്റ്റ്വെയർ ആണ്, ലോക്കലി റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈനസ് ടോറൽസ് ഉണ്ടാക്കിയതാണ്. അപ്പം ഗിറ്റബിനകത്ത് പക്ഷേ CI/CD ബിൽറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ ഗിറ്റ് വെച്ച് മാനേജ് ചെയ്യുന്ന കോഡ് ബേസ് ഗിറ്റബിനകത്ത് ഇടുവാണെങ്കിൽ നമുക്ക് ആക്ഷൻസ് സെറ്റപ്പ് ചെയ്ത് കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ, കണ്ടിന്യൂസ് ഡിപ്ലോയ്മെന്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ഇപ്പൊ ഇവിടെ ഒരു ചെക്ക് മാർക്ക് ഉണ്ടാവും. ഈ ചെക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ചെക്സ് ഉണ്ട്. അപ്പൊ ഒരാൾ ഒരു പുതിയ ചേഞ്ച് മെയിനിലേക്കോ മാസ്റ്ററിലേക്കോ മേജ് ചെയ്യാൻ നോക്കുമ്പോൾ ഈ ചെക്സ് എല്ലാം റൺ ആവും. കോഡിൽ എന്തെങ്കിലും ചെറിയ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഈ ചെക്ക് ഫെയിൽ ആവും. ഫെയിൽ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോ പ്രശ്നമുണ്ട്, ഇത് നമുക്ക് മേജ് ചെയ്യേണ്ടതല്ല എന്ന് മനസ്സിലാവും. അപ്പൊ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ആ ചെക്ക് ഫെയിൽ ആകുന്ന നോക്കിയിട്ട് ഫിക്സ് ചെയ്യാം. വേറെ ചില ചെക്സ് ഉണ്ട്, ഇത് മാസ്റ്ററിലേക്ക് മേജ് ആകുമ്പോൾ തനിയെ കോഡ് വായിച്ചിട്ട് ആ കോഡിനെ എടുത്ത് ഡിവൈസിലേക്ക് ഡിപ്ലോയ് ചെയ്യും. അപ്പൊ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അപ്പം തന്നെ അപ്ഡേറ്റ് കിട്ടും. നമ്മളെ ഫോണിലൊക്കെ വരുന്ന മിക്ക സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് CI/CD വെച്ചാണ് വരുന്നത്. അവർ എഞ്ചിനീയേഴ്സ് ഒരു കോഡ് ബേസ് റെഡിയാക്കും, എന്നിട്ട് അതിനെ അവരുടെ മാസ്റ്ററിലേക്ക് പുഷ് ചെയ്യുമ്പോൾ CI/CD സ്ക്രിപ്റ്റ് തനിയെ റണ്ണായിട്ട് നമ്മുടെ ഫോണിലേക്ക് ആ അപ്ഡേറ്റ് നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ അതെല്ലാം ഓട്ടോമാറ്റിക് സ്ക്രിപ്റ്റ്സ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഗിറ്റിൽ ഇത് അവൈലബിൾ അല്ല, ഗിറ്റബിനകത്ത് ഇതുണ്ട്. ഇങ്ങനെയുള്ള പല ഫീച്ചേഴ്സും ഒന്നിച്ച് കൊണ്ടുവരുന്ന ഒരു സ്വീറ്റ് ആണ് ഗിറ്റബ് എന്ന് പറയുക. ഇഷ്യൂ ട്രാക്ക് ഉണ്ട്, ആക്സസ് കൺട്രോൾ ഉണ്ട്, ഫീച്ചർ റിക്വസ്റ്റ് ഉണ്ട്, കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ ഉണ്ട്, അതെല്ലാം ഉണ്ട്. ഓക്കെ അല്ലേ? കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ ഗിറ്റബിന്റെ കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ അവർ ഗിറ്റബ് ആക്ഷൻസ് എന്നാണ് വിളിക്കുക. അത് നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഇനി ഇതൊക്കെയാണ് കുറച്ച് ഫേമസ് സോഫ്റ്റ്വെയർ ഗിറ്റബിനകത്ത് യൂസ് ചെയ്യുന്നത്. കോമയായി നമ്മളിപ്പോൾ കണ്ടു. ടെൻസർഫ്ലോ ആരും കേട്ടിട്ടുണ്ടാവും. AML സീനിലൊക്കെ എന്തെങ്കിലും അടുത്തെങ്കിലും അറിയുന്നവർ കേട്ടിട്ടുണ്ടാവും. ഭയങ്കര അത്യാവശ്യം നല്ല കുറെ നാളായിട്ട് പ്രവലൻസിലുള്ള സോഫ്റ്റ്വെയർ ആണ് ടെൻസർഫ്ലോ, ഗൂഗിളിന്റെ ആണ്. അപ്പം അതും ഗിറ്റബിലാണ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. റിയാക്ടിന്റെ സോഴ്സ് കോഡ് ഗിറ്റബിലാണ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. റിയാക്ട് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഞാനിപ്പോൾ ഇത് കണ്ടോ, ഇത് റിയാക്ട് റെപ്പോസിറ്ററി ആണ്. അപ്പൊ നമുക്ക് എന്താണ് റിയാക്ട് ഉപയോഗിച്ച് എല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പൊ റിയാക്ടിന്റെ അണ്ടർ ദ ഹുഡ് റിയാക്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുക, അപ്പം അങ്ങനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ റെപ്പോസിറ്ററി എടുത്ത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. റിയാക്ടിന്റെ സോഴ്സ് കോഡ് എന്ന് പറയുന്നത് ഈ റെപ്പോസിറ്ററിക്കകത്താണ് ഉള്ളത്. ഓക്കെ അല്ലേ? ഫേസ്ബുക്കാണ് ഓർഗനൈസേഷൻ, ഫേസ്ബുക്കിന്റെ റെപ്പോസിറ്ററി ആണ് റിയാക്ട്. ഓക്കെ ആണ്. നമുക്ക് എല്ലാ ദിവസവും ഗിറ്റബിനകത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള റെപ്പോസിറ്ററീസ് ഇങ്ങനെ github.com/trending എന്നിട്ട് വരും. അപ്പൊ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇനി നമുക്ക് ആദ്യം നമുക്ക് ഗിറ്റബിൽ പോയിട്ട് നമുക്ക് റെപ്പോസിറ്ററി ഉണ്ടാക്കി. ഞാൻ ഒരു പുതിയ അക്കൗണ്ട് എൻ്റെ അക്കൗണ്ട് ഞാൻ സൈൻ ചെയ്യാം. സൈൻ ചെയ്യാണ്ട് നമുക്ക് റെപ്പോസിറ്ററി ഉണ്ടാക്കാം. എന്നിട്ട് ആ റെപ്പോസിറ്ററി നമുക്ക് ലോക്കലിലേക്ക് എടുക്കാം. ലോക്കലിലേക്ക് എടുത്തിട്ട് നമുക്ക് ആ റെപ്പോസിറ്ററിയുടെ പുറത്ത് വർക്ക് ചെയ്യാം. അപ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ആ ഒരു ഐഡിയ കിട്ടുക. github.com എന്ന് എല്ലാവർക്കും ബ്രൗസറിൽ ടൈപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പേജിലായിരിക്കും ലാൻഡ് ചെയ്യുക. ഓക്കെ അല്ലേ? ആരെങ്കിലും എന്നെ ഫോളോ ചെയ്ത് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഞാൻ അതനുസരിച്ച് പറയാം.
Hello. വിശാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോയിക്കോ. ഏതായാലും റെക്കോർഡഡ് വേർഷൻ ആയതുകൊണ്ട് അവർ പിന്നെ ചെയ്യാനായിരിക്കും ചാൻസ്. ഓക്കെ 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 മാം ഓക്കെ. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ അക്കൗണ്ട് അല്ല, ഇത് ആര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫ്രണ്ട് അക്കൗണ്ടാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നിങ്ങളെല്ലാവരും ഗിറ്റബിനകത്ത് സൈനപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക. നിങ്ങൾക്ക് നിങ്ങളൊരു പേജ് കിട്ടും. ഇങ്ങനെ github.com/ നിങ്ങളുടെ യൂസർ നെയിം അടിച്ചു കഴിഞ്ഞാൽ ഇപ്പം ആര്യൻ github.com/ യൂസർ നെയിം അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം പേഴ്സണൽ പേജിലേക്ക് പോകും. ഇതെല്ലാം നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങളുടെ റെപ്പോസിറ്ററീസ് ഇവിടെ കാണാൻ പറ്റും. ഇതെല്ലാം നിങ്ങൾക്ക് ബ്രൗസ് ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? അപ്പം ഞാൻ ഈ പുതിയൊരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യും. github.com അടിക്കും. സൈൻ ഇൻ ചെയ്ത ശേഷം github.com അടിച്ചാൽ ഈ ഒരു പേജിലായിരിക്കും വരിക. ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് പുതിയൊരു റെപ്പോസിറ്ററി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമുക്ക് സെമിനാറിൽ നിന്നായിരിക്കും റെപ്പോസിറ്ററി പേര്. അപ്പോൾ എന്താണ് ഡിസ്ക്രിപ്ഷൻ, എന്താണ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് പറയാം. സിമ്പിൾ വെബ് ആപ്പ് എന്ന് പറയാം. റീഡ്മി ഫയൽ പറയുമ്പോഴത്തേക്കും നമ്മൾ റീഡ്മി എന്നെ വായിച്ച് നോക്കൂ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റേഷൻ ഫയലാണ് റീഡ്മി ഫയൽ. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിന് ലൈസൻസ് MIT ലൈസൻസ് ഇരിക്കട്ടെ. അപ്പം ഇതെല്ലാം ഓക്കെയാണ്. പേപ്പർ പോസ്റ്റ് നമുക്ക് നമ്മുടെ ഫസ്റ്റ് റെപ്പോസിറ്ററി ഇതിൽ ആർക്ക് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാമോ, സൈൻ ഇൻ ചെയ്യാമോ? എന്താ മാം മനസ്സിലായില്ല? ആർക്ക് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ റെപ്പോസിറ്ററിയോ? അതായത് മാമിന്റെ അക്കൗണ്ടിൽ അല്ല, ലോഗിൻ ചെയ്യണ കാര്യം. GitHub ലോഗിൻ ചെയ്യുന്നത് ആർക്ക് വേണമെങ്കിലും ചെയ്യാമോ? ലോഗിൻ ചെയ്യാതെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു? അല്ല, ലോഗിൻ ചെയ്യണത് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, github.com ബ്രൗസർ സെർച്ച് പോയി എൻ്റർ ചെയ്താൽ മതി, ചെയ്യാൻ പറ്റും. സൈൻ ഇൻ ചെയ്താൽ മതി. ശരി, സൈൻ ചെയ്താൽ ഓക്കെ. ഓക്കെ സാർ, നമ്മൾ റെപ്പോസിറ്ററി ഉണ്ടാക്കി. ഇനി ഇതിപ്പോൾ ക്ലൗഡിലുള്ള റെപ്പോസിറ്ററി ആണ്. നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് കയറി, നമ്മൾ ഗിറ്റബിനകത്ത് കയറി നമ്മളൊരു റെപ്പോസിറ്ററി ഉണ്ടാക്കി. ഈ റെപ്പോസിറ്ററി ഇപ്പോൾ ക്ലൗഡിലാണുള്ളത്. ഈ ഒരു URL പോയി നമുക്ക് റെപ്പോസിറ്ററി കാണാൻ പറ്റും. പക്ഷെ എങ്ങനെയായിരിക്കും ഇത് ലോക്കലി റൺ ചെയ്ത് എങ്ങനെയായിരിക്കും ലോക്കലി ആക്സസ് ചെയ്യാം? നമുക്ക് ആദ്യം VS Code ഇൻസ്റ്റാൾ ചെയ്യാം. നിങ്ങളുടെ എല്ലാവരുടെയും ലിനക്സ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലിനക്സിലായാലും ഉബുണ്ടു ഉണ്ടാവുമല്ലോ അല്ലേ? ഉബുണ്ടു ഉണ്ടാവും എന്നുള്ള ഒരു പ്രീറെക്വസിറ്റിലാണ് നമ്മൾ ഈ ട്യൂട്ടോറിയൽ ഇനി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഉബുണ്ടു ഇല്ലെങ്കിൽ ഉബുണ്ടു ഇല്ലെങ്കിൽ എല്ലാവരും ഉബുണ്ടു ആക്കാൻ നോക്കുക. ഉബുണ്ടുവിൽ ഈ കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ VS Code ഇൻസ്റ്റാൾ ആവും. ഇന്റർനെറ്റ് കുറച്ച് സ്ലോ ആണ്, അതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്യും. ഇത് ഡൗൺലോഡ് ചെയ്ത് VS Code ഇൻസ്റ്റാൾ ചെയ്യും. ലിനക്സിലാണെങ്കിൽ ഇത്ര ഈസിയാണ്. വിൻഡോസിലാണെങ്കിൽ നമ്മൾ VS Code വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ സൈറ്റിൽ പോയിട്ട് അവിടെ നിന്ന് പാക്കേജ് മാനേജർ ഡൗൺലോഡ് ഇൻസ്റ്റാൾ ചെയ്യണം. കുറച്ച് ഹാസിലാണ്. എന്നാൽ നമ്മൾ ലിനക്സ് ആകുമ്പോൾ എല്ലാം എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ഈ VS Code പറയുന്നത് മൈക്രോസോഫ്റ്റിന് തന്നെ സംഭവമാണ്. മൈക്രോസോഫ്റ്റിന് തന്നെ പ്രൊഡക്റ്റാണ് VS Code.
ഓക്കെ, ഇതാവുന്ന സമയത്ത് ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമുക്ക് ഓക്കെ, നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് സ്ക്രീൻ കാണാൻ പറ്റുന്നെങ്കിൽ അത് പറയണേ. അതായത് ഓക്കെ, സോ നമുക്ക് ഇത് ആകുന്ന സമയത്ത് വേറൊരു കാര്യം, ഓക്കെ, ഇതിപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. വേറൊരു കാര്യം ഇതിന് മുന്നേ ഉള്ളത്, നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിനടുത്ത് നമ്മൾ പറയണം, നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഒരു ഗിറ്റ് മാത്രമേ ഉള്ളൂ, ഗിറ്റബ് ഇല്ല. ഗിറ്റബ് വെബ് ക്ലൗഡിലുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. അത് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഇല്ല. അപ്പം കമ്പ്യൂട്ടറിനകത്തുള്ള ഗിറ്റിനോട് പറയണം നമ്മുടെ ഇമെയിലും പാസ്വേഡും ഇന്നതാണെന്ന്. അപ്പം എന്നാലേ ഇത് ആ ഗിറ്റബിനോട് ലോഗിൻ ചെയ്തിട്ട്. അപ്പം ഒന്നുകൂടെ ഞാൻ പറയാം, ഗിറ്റബിനകത്ത് ഉള്ളത് വേറെ എന്താ പറയാ, വേറെ ഒരു യൂസർ നെയിം പാസ്വേഡുമാണ്. അപ്പം ഈ യൂസർ നെയിം പാസ്വേഡ് ഉണ്ടെങ്കിലേ നമ്മുടെ റെപ്പോസിറ്ററീസിനകത്തേക്ക് പബ്ലിഷ് ചെയ്യാനും പുഷ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ആദ്യം ഇതൊരു വൺ ടൈം സെറ്റപ്പ് ആണ്. ഇത് സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ഗിറ്റ് കോൺഫിഗ് എന്ന് പറയും. ഗിറ്റ് കോൺഫിഗ് വെച്ചിട്ട് ആദ്യം നമ്മൾ പറയും യൂസറിന്റെ ഇമെയിൽ ഇന്നതാണെന്ന് പറയും. അപ്പോൾ ഓക്കെ, നമ്മൾ ഫസ്റ്റ് ടൈം സെറ്റപ്പ് ആണ്. ഗിറ്റ് ഇൻസ്റ്റോൾഡ് ആയിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ടെർമിനലിൽ കയറിയിട്ട് ഗിറ്റ് കോൺഫിഗ് ഗ്ലോബൽ യൂസർ ഇമെയിൽ, നമ്മൾ ഗിറ്റബിനകത്ത് എന്ത് ഇമെയിൽ വെച്ചാണോ സൈൻ ഇൻ ചെയ്യുന്നത് അല്ലെങ്കിൽ സൈൻ അപ്പ് ചെയ്യുന്നത്, ആ ഇമെയിൽ ഇവിടെ എൻ്റർ ചെയ്യണം. ഫസ്റ്റ് ടൈം ഗിറ്റബ് നിങ്ങൾ എടുക്കുമ്പോൾ സൈൻ അപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ഇമെയിൽ ചോദിക്കും. ആ കൊടുക്കുന്ന ഇമെയിൽ ആയിരിക്കണം ഇവിടെയും കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ യൂസർ ഇമെയിൽ ഐ ഡി കൊടുക്കുക. എന്നിട്ട് യൂസർ നെയിം എന്ന് പറയുന്നത് യൂസർ നെയിം കൊടുക്കേണ്ടി വരും. യൂസർ നെയിം നമ്മുടെ ഈ സംഭവം ഇല്ലേ, ഗിറ്റബിനകത്ത് കാണിക്കുന്ന ഈ യൂസർ നെയിം ഇല്ലേ, ആദ്യം ചോദിക്കും. ഇത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് ആദ്യം സൈനപ്പ് ചെയ്യുന്ന സമയത്ത് ഈ യൂസർ നെയിം ചൂസ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ സാധാരണ ഇപ്പം സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനൊക്കെ ഒരു എല്ലായിടത്തും പറയേണ്ടിരുന്ന ഒരു കാര്യമാണ് ഗിറ്റബ് യൂസർ നെയിം. അപ്പം അത്യാവശ്യം നല്ലൊരു യൂസർ നെയിം ചൂസ് ചെയ്യാൻ നോക്കുക. പേരുമായിട്ട് സാമ്യം ഉണ്ടെങ്കിൽ അത്ര നല്ലത്. ഇതിപ്പോൾ ആര്യൻ ചോലക്കൽ എന്നാണ്. അപ്പോൾ ഈ കമാൻഡ്, ഈ ലിനക്സ് കമാൻഡ്സ് മാസ്റ്റർ ചെയ്യാൻ ഭയങ്കരമായിട്ട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഒരു കാര്യത്തിന്റെ ഒരു കമാൻഡായിരിക്കും നമ്മൾ അടിക്കുന്നത്. അപ്പോൾ ആദ്യം ആ കാര്യത്തിന്റെ പേരായിരിക്കും ഗിറ്റ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടത്, ഇത് കോൺഫിഗ് ആണ് എഡിറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതൊക്കെ ഫ്ലാഗ്സ് ആണ്. ഫ്ലാഗ് നമ്മളിത് ഫുള്ള് ഒരു ഫോൾഡറിനകത്ത് മാത്രമല്ല എല്ലായിടത്തും ഈ സംഭവം അപ്ലൈ ചെയ്യണം. അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് ഗ്ലോബൽ ഫ്ലാഗ് കൊടുക്കും. എന്നിട്ട് യൂസർ ഇമെയിൽ യൂസർ നെയിം കൊടുക്കും. എന്നിട്ട് നമ്മളിത് എൻ്റർ ചെയ്ത് കഴിയുമ്പോഴേക്കും സിസ്റ്റം ഫുള്ള് പിന്നെ ഇനി മുതൽ ഇതായിരിക്കും ഈ ഇമെയിലും ഈ യൂസർ നെയിം ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി ഞാനിപ്പോൾ നമ്മുടെ സെമിനാർ ഡയറക്ടറിയുടെ വെളിയിലാണ്. അപ്പോൾ ഇനി ഞാൻ ഈ റെപ്പോസിറ്ററിയെ ഇതിനകത്തേക്ക് ക്ലോൺ ചെയ്ത് കാണിക്കാം. അപ്പം ഇവിടെ ഒരു ഫസ്റ്റ് ടൈം സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണേ. ഈ രണ്ട് കമാൻഡ്സും ശരിക്കും ഫസ്റ്റ് ടൈം മാത്രമേ റൺ ചെയ്യേണ്ടിയുള്ളൂ, പിന്നെ റൺ ചെയ്യേണ്ടി വരില്ല. മെറീന എന്താ മാം ഒരു ഹാൻഡ് റൈസ് ചെയ്തുകൊണ്ട്? മറീന മാം എന്താണ് പ്രശ്നം? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മറീന മാം എന്താണ് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്? എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇവിടെ
ഈ റെപ്പോസിറ്ററിക്ക് ഒരു URL ഉണ്ട്, ഈ ഒരു URL ഉണ്ടാവും. അപ്പോൾ അതുപോലെ നമുക്ക് ക്ലോൺ ചെയ്യാനായിട്ട് ഒരു URL ഉണ്ടാവും. അപ്പം ഈ URL ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. ഇവിടെ നിന്ന് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഈ കോപ്പി ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് URL കോപ്പി ചെയ്യാം. ഇനി ഇത് ക്ലോൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ഇത് ക്ലോൺ ചെയ്യുന്ന എളുപ്പമാണ്. ഗിറ്റ് ക്ലോൺ സ്പേസ് ക്ലോൺ ചെയ്യേണ്ട URL. ഓക്കെ അല്ലേ? ഗിറ്റ് ക്ലോൺ സ്പേസ് ക്ലോൺ ചെയ്യേണ്ട URL. അപ്പോൾ ഈ റെപ്പോസിറ്ററിയെ നമ്മുടെ ലോക്കൽ ഫയൽ സിസ്റ്റത്തിലേക്ക് ക്ലോൺ ചെയ്ത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ഈ പ്രൊസീജിയറിനാണ് ക്ലോൺ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ക്ലോൺ ടെർമിനോളജി പഠിച്ചില്ലേ, അപ്പോൾ അതാണ് ക്ലോൺ എന്ന് പറയും. ഞാൻ ഹിറ്റ് അടിച്ചു കഴിഞ്ഞാൽ ക്ലോൺ ചെയ്യും. ഇപ്പോൾ 4 ഒബ്ജക്ട്സ് ഉണ്ടായിരുന്നത്. ഈ ലൈസൻസ് റീഡ്മി ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ 100% ആയി ക്ലോൺ ആയി. അപ്പോൾ ഇനി ഇതൊരു വലിയൊരു റെപ്പോസിറ്ററി ആണെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഞാനിപ്പോൾ ഓപ്പൺ വാലറ്റ് ക്ലോൺ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ, ഓപ്പൺ വാലറ്റ് ഇപ്പോൾ ഇത്രയും വലുതാണ്. ഓപ്പൺ വാലറ്റ് ഞാൻ ക്ലോൺ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും. അതായത് ഇങ്ങനെ ഇത്രയും ഒബ്ജക്ട്സ് ഉണ്ട്, അപ്പോൾ ഇത്രയും ഡൗൺലോഡ് ചെയ്ത് എടുക്കുള്ളൂ. അപ്പോൾ എത്ര വലുതാണോ അത്രയും സമയം എടുക്കും ക്ലോൺ ചെയ്യാൻ. സംഭവം അവസാനം ക്ലോൺ ആയി വരും. ഓക്കെ, അപ്പം ഇനി നമുക്ക് VS കോഡ് ഓപ്പൺ ചെയ്യാം. VS കോഡിനകത്ത് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും കുറച്ചുകൂടെ എളുപ്പമായിരിക്കും മനസ്സിലാകാനായിട്ട്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഈ 2 ഫയൽസ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തതല്ല. ഈ 2 ഫയൽസ് നമ്മുടെ ഈ റെപ്പോസിറ്ററിക്ക് അകത്ത് ക്രിയേറ്റ് ആയതാണ്. ഇതിനകത്ത് ഈ റെപ്പോസിറ്ററിക്ക് അകത്ത് ക്രിയേറ്റ് ആയതാണ്. നമ്മളിപ്പോൾ ക്ലോൺ ചെയ്തപ്പോൾ ഈ ഫോൾഡറിനകത്തേക്ക് വന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും കൺഫ്യൂസ്ഡ് ആയിട്ടോ? ഞാനിപ്പോൾ ചെയ്തതിൽ സ്പേസ് കൂടിപ്പോയോ കുറഞ്ഞോയോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? അതിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയണേ. കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഈ റെപ്പോസിറ്ററി ഉണ്ടാക്കി. ഇതിനകത്ത് ഈ 2 ഫയൽസ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അതിനെ ക്ലോൺ ചെയ്തു, നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിലേക്ക് ക്ലോൺ ചെയ്തു. എന്നിട്ട് ഈ ഫോൾഡർ ഞാൻ VS കോഡിൽ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഈ 2 ഫയൽസ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ ബ്രാഞ്ച് ഇവിടെ കാണിക്കും. ഓക്കെ അല്ലേ? ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉള്ള ബ്രാഞ്ചസ് കാണിക്കും. ഓക്കെ, റിമോട്ട് ആയിട്ടുള്ള ബ്രാഞ്ചും ഇതും സെയിം ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇത് മനസ്സിലായോ? എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടോ? ഇനി ക്ലോൺ കമാൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ സാർ. ഇനി നമുക്ക് പുതിയൊരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത് പുതിയൊരു വെബ് ആപ്പ് ഉണ്ടാക്കും. ആ വെബ് ആപ്പിനെ നമ്മൾ ഗിറ്റ് പേജിനകത്ത് ഹോസ്റ്റ് ചെയ്യും. അപ്പോൾ അതാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്ന കാര്യം. ഫസ്റ്റ്ലി നമ്മൾ എങ്ങനെ ഒരു പുതിയ ബ്രാഞ്ച് ഉണ്ടാക്കാം എന്നാണ് നോക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ ഇതിനകത്ത് ടെർമിനൽ ഓപ്പൺ ചെയ്യാം. ഇതിനകത്തുള്ളതും നിങ്ങളുടെ ടെർമിനൽ വിൻഡോയ്ക്കകത്ത് വരുന്നത് സെയിം ടെർമിനലാണ് കേട്ടോ. അപ്പോൾ അത് കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല. അതായത് ഞാനിപ്പോൾ ടെർമിനൽ ഓപ്പൺ ചെയ്താലും ഇതിനകത്തുള്ള ടെർമിനൽ എടുത്താലും 2 സെയിം ടെർമിനലാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്തുള്ളതാകുമ്പോൾ കുറച്ചുകൂടെ ഈസിയാണ് നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട്. ഓക്കെ അല്ലേ? ഞാനിപ്പോൾ സെമിനാർ എന്ന ഡയറക്ടറിക്കകത്താണ്. ലൈസൻസ് ഉണ്ട്, റീഡ്മി ഉണ്ട്. നമ്മളിപ്പം ഇവിടെ ഫയൽ എക്സ്പ്ലോറർ കണ്ടതുപോലെ ഈ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഫയൽ എക്സ്പ്ലോറർ ഉണ്ടല്ലോ, വിൻഡോസിനകത്ത് ഫയൽ എക്സ്പ്ലോറർ ഒരു ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫയൽസ് ലിസ്റ്റ് ചെയ്യില്ലേ. അപ്പോൾ അതുപോലെ ഈ ഫോൾഡറിനകത്തുള്ള ഫയൽസും ഫോൾഡേഴ്സാണ് ഇതിനകത്ത് കാണിക്കുക. ഇത് VS കോഡിന്റെ ഫയൽ എക്സ്പ്ലോറർ ആണ്. ഓക്കെ, സോ ഞാനിപ്പോൾ ഇത് LS അടിച്ച് LS ആകുമ്പോഴത്തേക്കും ഇതുപോലെ ലിസ്റ്റ് ചെയ്യുന്ന കമാൻഡാണ് LS കേട്ടോ. ലിനക്സിനകത്ത് ലിസ്റ്റ് ചെയ്യുന്ന കമാൻഡാണ് LS അടിച്ച് കഴിയുമ്പോഴേക്കും ഒരു ഡയറക്ടറിക്കകത്തുള്ള എല്ലാം ലിസ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ഉണ്ടാക്കും. ഡെവ് എന്നിട്ട് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് എന്നിട്ട് ഒരു ബ്രാഞ്ച് ഉണ്ടാക്കും. എന്നിട്ട് ആ ബ്രാഞ്ചിനകത്ത് ഈ ചേഞ്ചസ് ഒക്കെ ചെയ്തിട്ട് ആ ബ്രാഞ്ചിന്റെ മെയിനിലേക്ക് മേജ് ചെയ്യും. അപ്പം ആദ്യം നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടാക്കാം. ഡെവലപ്മെന്റിനകത്ത് നിന്ന് നമുക്ക് HTML CSS ജാവാസ്ക്രിപ്റ്റും ചെയ്യാനുണ്ട്. നമുക്ക് ആ ഡെവലപ്മെന്റ് ബ്രാഞ്ച് എടുക്കാം. ഡെവലപ്മെന്റ് ബ്രാഞ്ച് ഉണ്ടാക്കാൻ UI വെച്ചിട്ട്, അതായത് VS കോഡ് വെച്ചിട്ട് ഏറ്റവും എളുപ്പമുള്ള മാർഗം ബ്രാഞ്ചിന്റെ പേരിവിടെ ഈ ക്രിയേറ്റ് ന്യൂ ബ്രാഞ്ച് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട്
ബ്രാഞ്ചിന്റെ പേര് അടിച്ചെടുത്താൽ മതി. അപ്പം ഇപ്പോൾ ഉള്ള ബ്രാഞ്ച് മെയിൻ ആണെങ്കിൽ ആ മെയിനിൽ നിന്നായിരിക്കും പുതിയൊരു ബ്രാഞ്ച് ഉണ്ടാവുക. ഞാനിപ്പോൾ ഇവിടെ ഒന്നുകൂടെ കാണിക്കാം. ഇപ്പോൾ ഉള്ള ബ്രാഞ്ച് നെയിമിൽ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ക്രിയേറ്റ് ന്യൂ ബ്രാഞ്ച് അടിച്ചു, എന്നിട്ട് ബ്രാഞ്ചിന്റെ ഒരു പേര് കൊടുത്തു. ഞാൻ ഇപ്പോൾ ടെസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു ബ്രാഞ്ച് മെയിനിൽ നിന്ന് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ അതിലേക്ക് ചെക്കൗട്ട് ചെയ്യും. ഇപ്പോൾ 2 ബ്രാഞ്ചസ് ഉണ്ട്, എനിക്ക് രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് സ്വിച്ച് ചെയ്യും. ഓക്കെ അല്ലേ? ഇപ്പൊ ടെസ്റ്റ് മെയിനിന്റെ എക്സാക്ട് കോപ്പിയാണ്, നമ്മളിപ്പോൾ മെയിനിൽ നിന്ന് ഉണ്ടാക്കിയതല്ലേ ഉള്ളൂ. ഓക്കെ ആണോ? ഓക്കെ, സോ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെവ് എന്നിട്ട് പുതിയ ബ്രാഞ്ച് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കണ്ടിന്യൂ ചെയ്യാം. പുതിയൊരു ബ്രാഞ്ച് ഉണ്ടാക്കാനായിട്ട് ഒന്നുകിൽ UI യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ കമാൻഡ് യൂസ് ചെയ്യാം. ഗിറ്റ് ബ്രാഞ്ച് സ്പേസ് -b സ്പേസ് ബ്രാഞ്ചിന്റെ പേര്, ബ്രാഞ്ചിന് ഇപ്പം ഡെവലപ്മെന്റ് എന്ന് പേരിട്ടു. ഓക്കെ, കമാൻഡ് ഞാൻ ഇട്ടേക്കാം. നമ്മൾ അതുപോലെ ചെക്ക് വേറെ കാര്യം ഒന്നുകൂടെ നമുക്ക് തിരിച്ചു പോകാം. ഞാനിപ്പോൾ ഡെവലപ്മെന്റ് ബ്രാഞ്ച് ഉണ്ടാക്കാനായിട്ട് ഇതായിരിക്കും കമാൻഡ്. അപ്പൊ ഇത് ചെയ്ത് കഴിയുമ്പോൾ സോറി, ബി ഫ്ലാഗ് ഇല്ല കേട്ടോ, ഞാൻ തെറ്റിപ്പോയതാണ്. കമാൻഡ് വെറും ഗിറ്റ് ഇപ്പോൾ ഗിറ്റ് ബ്രാഞ്ച് സ്പേസിൽ ബ്രാഞ്ചിന്റെ പേര് അടിച്ചു കഴിഞ്ഞാൽ ആ ബ്രാഞ്ച് ഇവിടെ ക്രിയേറ്റ് ആവും. ഇനി നമുക്ക് എങ്ങനെ അത് ഇവിടെ നേരത്തെ നമ്മൾ ശ്രദ്ധിച്ച് UI ആണെങ്കിൽ ഭയങ്കര എളുപ്പമാണ്, അത് ക്രിയേറ്റ് ചെയ്തിട്ട് തനിയെ ആ ബ്രാഞ്ചിലേക്ക് സ്വിച്ച് ചെയ്യും. ഇനി നമുക്ക് എങ്ങനെ മാനുവൽ ആയിട്ട് ബ്രാഞ്ച് സ്വിച്ച് ചെയ്യാന്ന് കൂടെ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ മെയിൻ ബ്രാഞ്ചാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ബ്രാഞ്ചിനെ സ്വിച്ച് ചെയ്യാനായിട്ട് ഗിറ്റ് ചെക്ക് ഔട്ട് ആ ബ്രാഞ്ചിന്റെ പേര്, നമ്മൾ സ്വിച്ച് ചെയ്യും. ഓക്കെ അല്ലേ? എനിക്ക് എന്തെങ്കിലും റെസ്പോൺസ് കിട്ടിയാൽ കൊള്ളായിരുന്നു കേട്ടോ. ഡൗട്ട്സിലുണ്ടോ? ഒരു ഹാൻഡ് റൈസ് ചെയ്തായിരുന്നു. ഓക്കെ ആണോ? കണ്ടിന്യൂ ചെയ്യട്ടെ? ഓക്കെ ആണോ? ഓക്കെ, നമ്മൾ ഡെവലപ്മെന്റ് ബ്രാഞ്ചിലേക്ക് സ്വിച്ച് ചെയ്തു. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്ത് തുടങ്ങാൻ പോകണം. അപ്പോൾ ആദ്യം നമുക്ക് റീഡ് മീൽ എഴുതി ഇത് എന്താണ് സംഭവം എഴുതി വെക്കാം. എന്നിട്ട് നമ്മൾ ഇത് നമുക്ക് കമ്മിറ്റ് ചെയ്യാം. ഇത് നമുക്ക് ഗിറ്റബിലേക്ക് പുഷ് ചെയ്യാം. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതൊരു സിമ്പിൾ വെബ് ആപ്പാണ്. ഞാൻ ഇതിനെ കളയാം. എന്നിട്ട് പറയാം ദിസ് ഈസ് എ ട്രെയിനിങ് സെഷൻ FDP. അപ്പോൾ ഈ ഒരു ചേഞ്ച് കണ്ടായിരുന്നു, ഞാനിപ്പോൾ ഈ ഫയലിനകത്ത് വരുത്തിയ ഈ ഒരു ചേഞ്ച് ആണേ. ഇപ്പം ഞാനിത് ഡെവലപ്മെന്റ് ബ്രാഞ്ചാണ് വരുന്നത്. നമ്മളത് ഈ ഒരു കാര്യം മനസ്സിൽ സൂക്ഷിച്ചോണം. നമ്മൾ മെയിൻ ബ്രാഞ്ചല്ല, മെയിൻ ബ്രാഞ്ചിലുള്ള കോഡ് അവിടെ സ്റ്റേബിൾ ആയിട്ട് കിടപ്പുണ്ട്. അവിടെ ഒരു ചെറിയൊരു റീഡ്മി ഫയലും ഒരു ലൈസൻസും മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ അതിൻ്റെ ഒരു കോപ്പിയാണ് ഡെവലപ്മെന്റ് എന്നുള്ള ബ്രാഞ്ചിലേക്ക് ഉണ്ടാക്കിയത്. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ഫയലിൽ ചെറിയൊരു ലൈൻ ചേഞ്ച് ചെയ്തു. ചേഞ്ച് ചെയ്ത ശേഷം ഈ ഒരു വേർഷൻ കൺട്രോൾ ടാബിനകത്ത് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയത് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇപ്പം ഞാൻ ചേഞ്ച് ചെയ്തത് റീഡ്മി മാത്രമാണ്. റീഡ്മി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഇതുണ്ടായിരുന്നു, ഇതിനെ മാറ്റി നമ്മൾ ഇങ്ങനെ ആക്കിയെന്ന് കാണിച്ചു തരും. ഇനി നമ്മുടെ ഗിറ്റ് ആഡ് കമാൻഡ് ഓർമ്മയുണ്ട്, ഗിറ്റ് ആഡ് സ്പേസ് ഫയൽ നെയിം ഓർമ്മയുണ്ട്. അപ്പോൾ അതിന് വരെ ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. സംഭവം സെയിം ആണ്. കമാൻഡ് അവിടെ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ VS കോഡ് ആ കമാൻഡ് അണ്ടർ ദ ഹുഡ് റൺ ചെയ്തിട്ട് നമുക്ക് ആ ചേഞ്ച് ഇവിടെ സ്റ്റേജ് ചെയ്ത് കാണിക്കും. ഓക്കെ അല്ലേ? എന്നിട്ട് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ
മോഡിഫൈഡ് റീഡ് മീ എന്ന് കമാൻഡ് മെസ്സേജ് ഇട്ടു. എന്നിട്ട് നമുക്ക് ഇവിടെ കമ്മിറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇത്ര ഓക്കെ ആണോ? അപ്പൊ ഞാൻ ഈ കമ്മിറ്റ് ഞാൻ ഈ സെറ്റ് പോയിന്റ് ഞാൻ സേവ് ചെയ്തത് ഡെവലപ്മെന്റ് എന്ന് വെച്ച ബ്രാഞ്ച് വെച്ചിട്ടാണ് സേവ് ചെയ്തത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയാണ്. ഇപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ ചെയ്തു? നമ്മളിപ്പോ ഒരു റെപ്പോസിറ്ററി ഉണ്ടാക്കി, റെപ്പോസിറ്ററിന്ന് ക്ലോൺ ചെയ്തു, പുതിയൊരു ബ്രാഞ്ച് ഉണ്ടാക്കി, ആ ബ്രാഞ്ചിൽ ചേഞ്ച് വരുത്തി, എന്നിട്ട് ആ ബ്രാഞ്ചിലേക്ക് തന്നെ കമ്മിറ്റ് ചെയ്തു. ഇനി ആ ബ്രാഞ്ചിനെ നമ്മൾ ആ ചേഞ്ച് നമ്മൾ പുഷ് ചെയ്യാം. അതിന് മുമ്പേ ഒരിക്കൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ട് ഒരിക്കൽ ചെയ്യേണ്ടത്. അപ്പം ഇത്ര ക്ലിയർ ആണോ? എങ്കിൽ ഞാൻ ആ ഫസ്റ്റ് സ്റ്റെപ്പ് കൂടെ പറയാം. അത് നിങ്ങൾക്ക് അക്കൗണ്ട് സ്പെസിഫിക് ആണ്, നിങ്ങളുടെ അക്കൗണ്ട് ഒന്ന് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നിങ്ങളുടെ അക്കൗണ്ടിൽ പോവുക. നിങ്ങളുടെ അക്കൗണ്ടിൽ പോയിട്ട് സെറ്റിങ്സിൽ പോവുക. അക്കൗണ്ടിലെ മുകളിൽ പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്യുക, സെറ്റിങ്സിൽ പോവുക, എന്നിട്ട് താഴെ വന്നിട്ട് ഡെവലപ്പർ സെറ്റിങ്സ് എടുക്കുക. അതിനകത്ത് പേഴ്സണൽ ആക്സസ് ടോക്കൺസ് എന്ന സംഭവം കാണും. അതിനകത്ത് ക്ലാസിക് ടോക്കൺസ് എടുക്കണം. ഓക്കെ അല്ലേ? എന്നിട്ട് പുതിയൊരു ടോക്കൺ, ക്ലാസിക് ടോക്കൺ ജനറേറ്റ് ചെയ്താൽ പുതിയൊരു ടോക്കൺ ജനറേറ്റ് ചെയ്യും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമുക്ക് എല്ലാ കമ്പ്യൂട്ടറിനകത്ത് ഗിറ്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഗിറ്റിനെ ഒരു റെപ്പോസിറ്ററിക്ക് ആക്സസ് വേണമെന്നുണ്ടെങ്കിൽ അത് ആരാണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നതെന്ന് ഗിറ്റിൻ്റെ അടുത്ത് പറയണം. മുന്നേ നമുക്ക് ഗിറ്റ് ഉണ്ടാകുന്ന സിസ്റ്റം എന്ന് പറയുമ്പോൾ യൂസർ നെയിം പാസ്വേഡ് അടിച്ചു കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പം അത് പോരാ. ഇപ്പം പാസ്വേഡ് അവിടെ എടുത്ത് കളഞ്ഞു, എന്നിട്ട് അതിന് പകരം ഒരു ആക്സസ് ടോക്കൺ ആക്കി. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ യൂസർ നെയിം അടിച്ചു കൊടുക്കണം, അതിൻ്റെ ആക്സസ് ടോക്കൺ അടിച്ചു കൊടുക്കണം. ഇത് എന്തിനാണ് ഈ ടോക്കൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ലാപ്ടോപ്പിനാണ്. ഞാൻ പേരിട്ടു. ഇതിൻ്റെ എക്സ്പിറേഷൻ വെക്കേണ്ട ആവശ്യമില്ല. ഗിറ്റ് റെക്കമെൻഡ് ചെയ്ത് നമ്മൾ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. റെപ്പോ ചെക്ക് ചെയ്യുക. എന്തൊക്കെ ഈ ടോക്കൺ വെച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അതിൻ്റെ അടുത്ത് പറയണം. ഇത് നിങ്ങളിപ്പോൾ ഈ റെപ്പോ ഇത് മാത്രം വെച്ചാൽ മതി. റെപ്പോയും ഡിലീറ്റ് റെപ്പോയും മാത്രം വെച്ചാൽ മതി. ഈ ഡിലീറ്റ് റെപ്പോയും മാത്രം വെച്ചാൽ മതി. യൂസർ ഡിലീറ്റ് റെപ്പോ ഇത്ര വെച്ചാൽ മതി. ഓക്കെ അല്ലേ? വെച്ചിട്ട് നമ്മൾ ടോക്കൺ ക്രിയേറ്റ് ചെയ്യാൻ പറയും, ജനറേറ്റ് ടോക്കൺ പറയും. അപ്പോൾ ഈ ടോക്കൺ ഇവിടെ കാണിക്കും. ഈ പേജ് ക്ലോസ് ചെയ്യരുത്. നമ്മൾ അടുത്ത സ്റ്റെപ്പ് കഴിയുന്നവരെ ഈ പേജ് ക്ലോസ് ചെയ്യരുത്. ഓക്കെ, ഇനി ഫസ്റ്റ് ടൈം മാത്രമാണ് ഇത് ചെയ്യേണ്ടത്. ശ്രദ്ധിച്ചോണം. നമ്മൾ ഗിറ്റ് പുഷ് ചെയ്യുന്നത്, ഗിറ്റ് ആദ്യം പുഷ് ചെയ്യുന്നതിന് മുന്നേ ഗിറ്റ് കോൺഫിഗ് ക്രെഡൻഷ്യൽ ഹെൽപ്പർ സ്റ്റോർ എന്ന് പറയണം. ഗിറ്റ് കോൺഫിഗ് ക്രെഡൻഷ്യൽ ഹെൽപ്പർ സ്റ്റോർ എന്ന് പറയണം. എന്നിട്ട് നമ്മൾ ഗിറ്റ് പുഷ് എന്ന് പറയാം. ഇത് ചെയ്ത് ഇത് ഓൾറെഡി ഇത് കമ്മിറ്റ് ചെയ്ത് ഈ ചേഞ്ച് ഇങ്ങനെ പബ്ലിഷ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പുഷ് കമാൻഡ് വെച്ച് പുഷ് ചെയ്യാം. അല്ലാതെ ഈ ബട്ടൺ യൂസ് ചെയ്ത് പുഷ് ചെയ്യാം. പക്ഷെ ഫസ്റ്റ് ടൈം നമ്മൾ സെറ്റപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ സെറ്റപ്പ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആ ബട്ടൺ വർക്ക് ആകത്തില്ല. അപ്പം ഫസ്റ്റ് ടൈം പുഷ് ചെയ്യാനുണ്ട് ഗിറ്റ് പുഷിന് ചുമ്മാ അടിക്കുക. അപ്പോൾ നമുക്ക് ഈ ചേഞ്ച് നമുക്ക് മെയിനിൽ തന്നെ വരുത്തി കാണിക്കാം. ഞാൻ വേറെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ദിസ് ഇസ് എ ഫാക്കൽറ്റി ട്രെയിനിങ് പ്രോഗ്രാം എന്നാക്കി മെയിനകത്ത് തിരിച്ച് വന്നിട്ട് ഞാൻ ഇവിടെ ഫാക്കൽറ്റി ട്രെയിനിങ് പ്രോഗ്രാം എന്നാക്കി ഈ ചേഞ്ച് ഞാൻ സ്റ്റേജ് ചെയ്തു. എന്നിട്ട് അപ്ഡേറ്റഡ് റീഡ് മീ എന്ന് പറഞ്ഞ് കമ്മിറ്റ് ചെയ്തു. ഇനി ഞാൻ ഇതിനെ പുഷ് ചെയ്യുവാണ്. വെറും ഗിറ്റ് പുഷ് നടിച്ചാൽ മതി. ഗിറ്റ് പുഷ് നടിച്ചു കഴിയുമ്പോഴേക്കും ഇങ്ങനെ കാണിക്കും. ഇതലോ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് പുഷ് ചെയ്യാൻ നേരത്ത് ഈ ഒരു ബട്ടൺ യൂസ് ചെയ്ത് പുഷ് ചെയ്യാം. ഞാനിപ്പോൾ വീണ്ടും ഡെവലപ്മെന്റിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് ഞാൻ പബ്ലിഷ് ബ്രാഞ്ച് കൊടുക്കാം. പബ്ലിഷ് ആയി. ഇനി നമുക്ക് നമ്മുടെ റെപ്പോസിറ്ററി തിരിച്ചു പോയി നോക്കിക്കഴിഞ്ഞാൽ
ഈ ടോക്കൺ ഞാൻ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഈ ടോക്കണിന്റെ യൂസ് കാണിച്ചു തരാം. ഇത് വെച്ചിരുന്നാൽ മതി. ഇപ്പോൾ github.com ഇതാണ് നമ്മുടെ റെപ്പോസിറ്ററി. നോക്കുമ്പോൾ നമുക്ക് റെപ്പോസിറ്ററിക്കകത്ത് 2 ബ്രാഞ്ചസ് ഇപ്പോൾ ഉണ്ട്. നേരത്തെ നമുക്ക് ഒരു ബ്രാഞ്ച് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ പുതിയ ഡെവലപ്മെന്റ് ബ്രാഞ്ച് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഡെവലപ്മെന്റ് ബ്രാഞ്ച് ദിസ് എ ട്രെയിനിങ് സെഷൻ റാദർ നോൺ എസ് FDP. നമ്മൾ ലോക്കലി വരുത്തിയ ചേഞ്ചിനെ നമ്മൾ സ്റ്റേജ് ചെയ്തു, ആ ഫയലിനെ കമ്മിറ്റ് ചെയ്തു, എന്നിട്ട് ആ കമ്മിറ്റ് ചെയ്ത ചേഞ്ചസിനെല്ലാം കൂടെ ക്ലൗഡിലേക്ക് പുഷ് ചെയ്തു. ഇത്ര ഓക്കെ ആണോ? ഇത്ര എല്ലാവർക്കും മനസ്സിലായോ? നമ്മൾ അടുത്ത പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ബ്രാഞ്ചിനകത്ത് നമ്മൾ HTML CSS ജാവാസ്ക്രിപ്റ്റും എഴുതും. എന്നിട്ട് അതിനെല്ലാം ഡെവലപ്മെന്റിൽ കൊണ്ടുവരും. ആദ്യം ഇതെല്ലാം ഡെവലപ്മെന്റ് വെച്ച് വെരിഫൈ ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് മെയിനിലേക്ക് മെർജ് ചെയ്യും. ഇത്തരം ഈ ചേഞ്ചസ് ഓക്കെ ആണോ? ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഫ്ലോയും ഇത്രയും നേരം ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആക്സസ് ടോക്കൺ ഒഴികെ ബാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിലും ഉടനെ ഒന്ന് പറയണേ. ഹായ്, വെൽക്കം ബാക്ക് ടീച്ചേഴ്സ്. നമുക്ക് ബാക്കി റെസ്യൂം ചെയ്യാം. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തായിരുന്നു. ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് HTML എഴുതണം, CSS എഴുതണം, ജാവാസ്ക്രിപ്റ്റ് എഴുതണം. അപ്പോഴേ നമ്മുടെ വെബ് പേജ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് അത് ആ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ആ ബ്രാഞ്ചിനെ എടുത്ത് നമുക്ക് മെയിനിലേക്ക് മേജ് ചെയ്യാം. അപ്പോൾ ആ പ്രോസസ് ക്ലിയർ ആവും. അപ്പോൾ ഇനി നമുക്ക് ആദ്യം നമ്മളൊരു വെബ് ആപ്പിലാണെങ്കിൽ നമുക്ക് UI ഉണ്ട്, ലോജിക് ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പമായിട്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് UI നിന്ന് വേറൊരു ബ്രാഞ്ച് ഉണ്ടാക്കാം. ഡെവലപ്മെന്റിനകത്ത് തന്നെ UI എന്നിട്ട് വേറൊരു ബ്രാഞ്ച് ഉണ്ടാക്കാം. അപ്പോൾ ഡെവലപ്മെന്റിനകത്ത് ഞാൻ UI ഉണ്ടാക്കി. UI ഇങ്ങനെയാണ് ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുക. ബ്രാഞ്ച് നെയിമിൽ ക്ലിക്ക് ചെയ്യും. എന്നിട്ട് ഇവിടെ ഒന്നെങ്കിൽ എനിക്ക് ബ്രാഞ്ച് സ്വിച്ച് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് പുതിയ ബ്രാഞ്ചിന്റെ പേര് എൻ്റർ ചെയ്യാം. അപ്പോൾ ക്രിയേറ്റ് ബ്രാഞ്ച് ഇത് ഫ്രം ഈ ബ്രാഞ്ച് എന്ന് പറയും. അപ്പോൾ ആലോചിക്കണം, മെയിൻ ഉണ്ട്, മെയിനിൽ നിന്ന് ഡെവലപ്മെന്റ് ഉണ്ടാക്കി. എന്നിട്ട് ഈ ഡെവലപ്മെന്റിൽ നിന്നാണ് നമ്മൾ UIയും ലോജിക് ഉണ്ടാക്കുന്നത്. എന്നിട്ട് തിരിച്ച് നമ്മൾ അതിനെ ഡെവലപ്മെന്റിൽ തന്നെ മേജ് ചെയ്യും. എന്നിട്ട് അതിനെ എടുത്തായിരിക്കും മെയിനിലേക്ക് മേജ് ചെയ്യും. അപ്പോൾ നമ്മൾ UI ഉണ്ടാക്കാം. ഡെവലപ്മെന്റിൽ നിന്ന് UI ബ്രാഞ്ച് ഉണ്ടാക്കി. ഇനി ഈ UI ബ്രാഞ്ച് ഇവിടെ ഈ ചേഞ്ച് ഇപ്പൊ ഉണ്ടാക്കി ഈ ചേഞ്ച് ഇവിടെ റിഫ്ലക്ട് ചെയ്യാനായിട്ട് git fetch origin അടിച്ചാൽ മതി. ആ കമാൻഡ് ചാറ്റിൽ ഇട്ടേക്കാം. ഓക്കെ, ഇനി നമുക്ക് അപ്പം ഞാൻ UI ബ്രാഞ്ചിലേക്ക് സ്വിച്ച് ചെയ്തു. UIയിലേക്ക് സ്വിച്ച് ചെയ്തു. ഇനി നമുക്ക് ആദ്യം നമുക്ക് പൈത്തൺ വെച്ച് സെർവർ റൺ ചെയ്യാം. പൈത്തൺ എല്ലാവർക്കും ഫെമിലിയർ ആണെന്ന് വിചാരിക്കുന്നു. പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ലിനക്സിൽ എടുക്കുമ്പോൾ ലിനക്സിൽ ഡിഫോൾട്ടായിട്ട് Python 3 വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ എൻ്റർ ചെയ്യുമ്പോഴേക്കും ഇവിടെ ഈ ഒരു കൺസോൾ വരണം. ഇപ്പം കൺസോൾ വരുന്നുണ്ടെങ്കിൽ Python ഉണ്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ Python ഇല്ല. ഇൻസ്റ്റാൾ ചെയ്യാൻ ആപ്റ്റ് വെച്ച് sudo apt get ഇൻസ്റ്റോൾ Python 3 എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ പ്രീ റിക്വസ്റ്റ് ഡോക്യുമെന്റിലുണ്ട്. അത് ആ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്താൽ മതിയോ? ഓക്കെ, Python വെച്ച് സെർവർ റൺ ചെയ്യാനായിട്ട് Python 3 സ്പേസ് -m http സെർവർ. അപ്പോൾ ഈ ഒരു പോർട്ട് 8000-നകത്ത് നമ്മുടെ ഈ ഫോൾഡറിനകത്തുള്ള ഫയൽസ് അത്രയും സെർവ് ചെയ്യും. ഈ ഫോൾഡറിനകത്ത് ഇപ്പോൾ ഈ ഫയൽസ് ഒന്നും ഇല്ല. ഇപ്പം ഞാൻ ഇവിടെ ഇൻഡെക്സ് HTML ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഇൻഡെക്സ് HTML നമ്മൾ പോർട്ട് 8000-ൽ ഇപ്പോൾ സെർവ് ചെയ്യും. അപ്പോൾ അതാണ് ഈ സെർവറിൻ്റെ ഫംഗ്ഷൻ. ഡെവലപ്മെന്റ് എളുപ്പമാക്കാനാണ്. ഞാൻ ഒരു സിമ്പിൾ HTML ഡോക്യുമെന്റ് ഉണ്ടാക്കാം.
ഒരു ഡൗട്ട് കൂടെ. ആർക്കെങ്കിലും ഞാൻ HTML കോഡും CS കോഡും എല്ലാം ലൈൻ ബൈ ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടോ, അതോ അതൊക്കെ അവെയർ ആണോ? ആർക്കെങ്കിലും അത് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ആർക്കെങ്കിലും ആവശ്യമുണ്ടോ? ഞാൻ കോഡ് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അതോ HTML അവെയർ ആണോ? ഹലോ, ഞാൻ കോഡ് എഴുതി പോവുകയാണേ. ആർക്കെങ്കിലും എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം. ഓക്കെ, നമുക്ക് ഹെഡ് ടാഗ് ഉണ്ട്, HTML ടൈറ്റിൽ ഉണ്ട്. ഇത് ഒരു ടെക്സ്റ്റ് ഡോക്യുമെന്റ് ആണ്. ലാംഗ്വേജ് ഞാൻ എന്ന് വെച്ചു. ഇനി HTML ഡോക്യുമെന്റിന്റെ ബോഡി ഉണ്ട്. സോറി, ഇനി ഞാൻ പുതിയൊരു ഫയൽ ഉണ്ടാക്കാം. styles.cs ഒരു ഫയൽ ഉണ്ടാക്കാം. ഒരു പ്രത്യേകം CS ഫയൽ വേണമല്ലോ, അതുണ്ടാക്കാം. അതിനകത്ത് ബോഡിയിലെ ബാക്ക്ഗ്രൗണ്ട് കളറ് ബ്ലാക്ക് ആയിരിക്കും. പോർട്ട് 8000 പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടെസ്റ്റ് ഡോക്ക് ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് HTML വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. ഓക്കെ അല്ലേ? സോ ഇനി നമ്മുടെ എന്ത് ചേഞ്ച് വരുത്തിയാലും 8000 അത് റിഫ്ലക്റ്റ് ആവും. അപ്പോൾ ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ പൈത്തൺ വെച്ചൊരു വെബ്സൈറ്റ് സെർവ് ചെയ്യുക. എന്നിട്ട് ആ സെർവ് ചെയ്ത വെബ്സൈറ്റിന് ലോക്കൽ ഹോസ്റ്റിൽ വ്യൂ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ചേഞ്ച് ഇപ്പോൾ നമുക്ക് UI ആയി, ഏകദേശം UI ആയി. ഇതിനകത്ത് വലുതായിട്ട് ലോജിക്ക് ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. നമുക്കൊരു ബട്ടൺ കൂടെ ആണെങ്കിൽ ആഡ് ചെയ്യാം, ചേഞ്ച് കളർ എന്നുണ്ട് വെച്ചിട്ട്. ചേഞ്ച് കളറിന് ബട്ടൺ. അപ്പോൾ ഇപ്പോൾ അത് വർക്ക് ചെയ്യില്ല. ഇനി നമുക്ക് ഇതാണല്ലോ നമ്മുടെ UI. ഇനി UI നമുക്ക് ഡെവലപ്മെന്റിലേക്ക് മേർജ് ചെയ്യാം. എന്നിട്ട് അതിൽ നിന്ന് ലോജിക്ക് നിന്ന് ബ്രാഞ്ച് എടുത്തിട്ട് ലോജിക്ക് അതിനകത്ത് കയറ്റാം. ഓക്കെ അല്ലേ? സോ നമുക്ക് ആദ്യം UI മേർജ് ചെയ്യാം. മേർജ് ചെയ്യാൻ നേരത്ത് എനിക്ക് വേണമെങ്കിൽ ഗിറ്റ് മേർജ് എന്ന് പറയാം. വെറും ഗിറ്റ് മേർജ് ഒരു ബ്രാഞ്ച് വേറൊരു ബ്രാഞ്ച് എന്ന് പറയാം. പക്ഷെ ഞാൻ എൻ്റെ പുൾ റിക്വസ്റ്റും കൂടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ നോക്കുവാണ്. അപ്പം അതിനായിട്ടാണ് ഇങ്ങനെ ചെയ്തത്. നമുക്കിവിടെ കമ്പയർ ആൻഡ് പുൾ റിക്വസ്റ്റ് എന്നൊരു സംഭവമുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. UI നമ്മൾ ഡെവലപ്മെന്റിലേക്കാണ് മേർജ് ചെയ്യുന്നത്. അതിന് മുമ്പ് നമുക്ക് ഈ ചേഞ്ചസ് ഒന്ന് കമ്മിറ്റ് ചെയ്യാം. ഈ ചേഞ്ച് 2 ചേഞ്ചസ് ഉണ്ട്. ഇതെടുത്തു UI.
ഇവിടെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല. ഇപ്പം ഇതിപ്പോൾ ഒരു 10 പേര് വർക്ക് ചെയ്യുന്ന റെപ്പോസിറ്ററിയാണ്. നമ്മുടെ കോമായ റെപ്പോസിറ്ററി തന്നെ എടുക്കാം. കോമായ ഈ ഒരു റെപ്പോസിറ്ററി എടുക്കാം, ഇത് കളക്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു 10 പേര് വർക്ക് ചെയ്യുന്ന റെപ്പോസിറ്ററിയാണ് എന്നുണ്ടെങ്കിൽ ഈ കോമയൊന്നും 10 അല്ല, അതിൽ കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ഇപ്പോൾ ഇത്രയും ഇതിലും കൂടുതൽ ഈ ലിസ്റ്റിലുള്ളതിനും കൂടുതൽ കോൺട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് പുൾ റിക്വസ്റ്റ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ, അതായത് ഒരാൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ വന്നു അല്ലെങ്കിൽ ഒരാൾക്ക് കാര്യം ചെയ്യാനുള്ളൊരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളി അത് ചെയ്ത് പ്രത്യേകം ബ്രാഞ്ച് ചെയ്തിട്ട് ആ ചെയ്ത സംഭവം ഒരു പുൾ റിക്വസ്റ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അത് കാണാൻ പറ്റും. അതായത് മേജ് ചെയ്ത് നമ്മൾ മെയിൻ കോഡ് ബേസിൽ സ്റ്റേബിൾ കോഡ് ബേസിൽ ആക്കുന്നതിന് മുന്നേ ആൾക്കാർക്ക് അത് കാണാൻ പറ്റും. അപ്പോൾ ഇതിപ്പോ ഈ അടുത്തിടെ വന്നൊരു പുൾ റിക്വസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു പുള്ളി ഒരു പുൾ റിക്വസ്റ്റ് ഇട്ടിട്ട് പുതിയൊരു ഫീച്ചർ മേജ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മാസ്റ്ററിലേക്ക് പുള്ളിയുടെ ഒരു ചേഞ്ച് മേജ് ചെയ്യണമെന്ന് പുൾ റിക്വസ്റ്റ് ഇട്ടു. അപ്പോൾ ആൾക്കാർ ഇതിൽ വന്ന് കമന്റ് ഇടും, ഇങ്ങനെയാണ് അങ്ങനെയാണ്, ഇത് മാറ്റണം എന്ന് പറയും. അപ്പം കമന്റ് ഇട്ട് എല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും ഓക്കെ ആണെങ്കിൽ മെയിനിലേക്ക് മേജ് ചെയ്യാം. ഞാൻ എൻ്റെ ഒരു പുൾ റിക്വസ്റ്റ് കാണിച്ചില്ല, അതാകുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പം നമുക്കിവിടെ എനിക്കൊരു ചേഞ്ച് ചെയ്യാം എന്ന് തോന്നി. ഇപ്പം ഞാനൊരു ചേഞ്ച് ചെയ്തിട്ട് എനിക്കിത് മാസ്റ്ററിലേക്ക് മേജ് ചെയ്യാനായിട്ട് ഞാൻ ഒരു പുൾ റിക്വസ്റ്റ് ഇടുവാണ്. പുൾ റിക്വസ്റ്റ് ഇട്ട ശേഷം ഇവിടെ ഇത് ഞാൻ പറഞ്ഞ CI/CD സ്ക്രിപ്റ്റുകളാണ്. ഇവിടെ GitHub Actions CI സംഭവം ഉണ്ട്. ആ സംഭവം ഈ കോഡ് എടുത്ത് റൺ ചെയ്തിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിനകത്ത് ഇട്ടു. അപ്പം ഇത് വരുന്ന ബാക്കിയുള്ളവർക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ അവർ കണ്ടു ഇതാണ് ഈ ചേഞ്ച് വരുത്തിയത്, ഇതാണ് ഈ ചേഞ്ച് കാരണം ഉണ്ടായ ഇംപ്രൂവ്മെന്റ് എന്താണെന്നുള്ളത് അവർ കണ്ട ശേഷം ആൾക്കാർ വന്ന് കമന്റ് ഇടാൻ തുടങ്ങും, ഇത് കൺഫ്ലിക്ട്സ് റിസോൾവ് ആയോ. അപ്പോൾ ഞാൻ കൺഫ്ലിക്ട്സ് റിസോൾവ് ആയി. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ കഴിഞ്ഞ ശേഷം ഇവിടെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് അതിന്റെ ഓണേഴ്സിനെ അത് മേജ് ചെയ്യാം. അപ്പൊ ഈ കോമ എന്നൊരു കമ്പനി ഉണ്ട്. അപ്പൊ ആർക്ക് വേണോ വന്ന് അവരുടെ കോഡ് ബേസിനകത്ത് തോന്നിയ പോലെ ചേഞ്ച് വരുത്താൻ പാടില്ലല്ലോ. അപ്പൊ ഒരു സെക്യൂരിറ്റി വേണ്ടേ, പുൾ റിക്വസ്റ്റ് ആ ഒരു സെക്യൂരിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഞാനിപ്പോൾ ഒരു പുൾ റിക്വസ്റ്റ് ഇട്ടാലും അത് റിക്വസ്റ്റ് ആണ്, എനിക്ക് ചേഞ്ച് വരുത്തണം എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ആണ്. അപ്പൊ അവർ അത് മേജ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ഓണറിനെ തീരുമാനിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം. അപ്പം ഇതിപ്പോ നമുക്ക് തന്നെ പുൾ റിക്വസ്റ്റ് ആണ്. ആര്യൻ എന്ന് പറയുന്ന ആൾ ആര്യൻ തന്നെ പുൾ റിക്വസ്റ്റ് ആണ്, കാരണം നമ്മുടെ സ്വന്തം റെക്കോയാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു മേജ് ബട്ടൺ വരും. മേജ് പുൾ റിക്വസ്റ്റ് ഒരു ബട്ടൺ വരും. പക്ഷെ കോമയുടെ കാര്യത്തിലാണെങ്കിൽ അത് വരത്തില്ല, കാരണം ഞാനല്ലല്ലോ ഓണർ, ഞാനല്ലോ. അപ്പൊ എന്റെ PR എനിക്ക് തന്നെ മേജ് ചെയ്യാൻ പറ്റില്ല, അത് ഓണേഴ്സ് വന്ന് ചെക്ക് ചെയ്തിട്ടേ മേജ് ചെയ്യുള്ളൂ. അങ്ങനെയാണ് സംഭവം. ഓക്കെ, സോ ഇവിടെ എല്ലാം ഓക്കെ ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ മേജ് ക്ലിക്ക് ചെയ്യാം. മേജ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓക്കെ, ഇത് ടോപ്പ് ടൈറ്റിലും ബോഡിയും വരും. ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇതൊരു ഡെമോ ആയതുകൊണ്ടാണ് ഞാൻ ഇതിനൊന്നും സമയം കളയാത്തത്. യൂഷ്വലി നമ്മളൊരു നല്ല വെൽ ഡിഫൈൻഡ് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനൊക്കെ ഉണ്ടാവും ഓരോ മേജിനും, നല്ല റെപ്പോസിറ്ററി ക്ലീൻ ആയിട്ടിരിക്കുള്ളൂ. ഓക്കെ, ഇപ്പൊ കണ്ടോ, ഇപ്പം നമ്മൾ ആ ട്രീ ഓർത്തോണം. മെയിൻ ഉണ്ട്, ഡെവലപ്മെന്റ് ഉണ്ട്. ഡെവലപ്മെന്റിൽ നിന്നെടുത്ത് നമ്മൾ UI ഉണ്ടാക്കി, എന്നിട്ട് UI കഴിഞ്ഞാൽ നമ്മൾ ഡെവലപ്മെന്റിലേക്ക് തിരിച്ച് മേജ് ചെയ്യണം. അപ്പം മേജ് 1 കമ്മിറ്റ് ഇൻടു ഡെവലപ്മെന്റ് ഫ്രം UI. ഓക്കെ അല്ലേ? അപ്പം പുൾ റിക്വസ്റ്റ് മേജ് ചെയ്തത് ക്ലോസ് ചെയ്ത് റിജക്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. എനിക്കിപ്പം ഇത് മേജ് ചെയ്യേണ്ടത് ക്ലോസ് ചെയ്യാം. അപ്പം ക്ലോസ് ചെയ്ത ഈ ഐക്കൺ മാറി ഒരു X കാണിക്കും. അതായത് ആ ചേഞ്ച് കൊള്ളൂലായിരുന്നു, അതുകൊണ്ട് നമ്മൾ ക്ലോസ് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് ആ X കാണിക്കും. ഓക്കെ, ഇതാണ് ക്ലോസ് ചെയ്ത പുൾ റിക്വസ്റ്റ്. ഇനി ഇപ്പൊ കറന്റ് ഓപ്പൺ ആയിട്ടുള്ളത് ഇവിടെ കിടക്കും. ഇപ്പൊ കോമയുടെ കാര്യത്തിലാണെങ്കിലും ഈ ഒരു കോമ ഞാൻ എക്സാമ്പിളാണ് കോമ ആയിട്ട് എടുക്കുന്നത്. ഏത് ഓപ്പൺ സോഴ്സ് റെപ്പോസിറ്ററി ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. അപ്പൊ ഇവിടെ മൂന്ന് ഓപ്പൺ, ഇപ്പൊ ഇവിടെ 24 പുൾ റിക്വസ്റ്റ് ഓപ്പൺ ആണ്, 81 ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, സോ നമ്മൾ അടുത്തത് ലോജിക്കാണ് ചെയ്യാൻ പോകുന്നത്. UI ഡെവലപ്മെന്റിലേക്ക് മേജ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഡെവലപ്മെന്റിൽ നിന്ന് തന്നെ നമ്മൾ ലോജിക്കിൽ ഒരു ബ്രാഞ്ച് ഉണ്ടാക്കും. അപ്പൊ UI ബ്രാഞ്ച് ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല, UI ഫുൾ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് UI ഡിലീറ്റ് ചെയ്യാം. ബ്രാഞ്ചസിൽ പോയിട്ട് UI ഡിലീറ്റ് ആണ്, കാരണം ഇവിടെ ഓൾറെഡി മെർജ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ ബ്രാഞ്ച് ആവശ്യമില്ല, അപ്പൊ ഞാൻ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബ്രാഞ്ച് ഡിലീറ്റ് ആയി. ഓക്കെ അല്ലേ? ഇനി ഡെവലപ്മെന്റ് ചെയ്ത് ഞാൻ പുതിയൊരു ലോജിക് എന്നൊരു ബ്രാഞ്ച് ഉണ്ടാക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ റെപ്പോസിറ്ററി ഉണ്ടാക്കി നിങ്ങൾക്ക് ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. നിങ്ങൾ അതിനെ സ്വന്തം PC ചെയ്യാവുന്നതാണ്.
ലോജിക് ഉണ്ടാക്കിയിട്ട് ഇതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിതിപ്പോ റിമോട്ട് അതായത് ക്ലൗഡിലാണ് ഈ പുതിയ ബ്രാഞ്ച് ഉണ്ടായത്, കമ്പ്യൂട്ടർ അത് സിങ്ക് ആയിട്ടില്ല. അതുകൊണ്ട് അത് സിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ടെർമിനലിൽ ഞാൻ ഗിറ്റ് ഫെച്ച് ഒറിജിൻ ആണ് ചെയ്യാം. അപ്പോൾ സിങ്ക് ആവും. അപ്പം പുതിയ ലോജിക്ക് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, ശരി. ഇനി എന്താണ് ലോജിക്ക്? നമ്മൾ കളർ ബട്ടൺ ചേഞ്ച് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ മാറണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു ജാവാസ്ക്രിപ്റ്റ് ഫയൽ ഉണ്ടാക്കാം. ഫയലിൻ്റെ പേര് UI.js ആയിക്കോട്ടെ. അപ്പോൾ ഞാനിപ്പോൾ ബട്ടൺ ഒരു ഫംഗ്ഷൻ അസൈൻ ചെയ്തു. എന്നിട്ട് ആ ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ബോഡിയെ എടുത്തിട്ട് ബോഡിയുടെ കളർ റെഡ് ആക്കും. നമുക്ക് അത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. വർക്ക് ചെയ്യുന്നില്ല.
ഓക്കെ, സോ നമ്മൾ ചെറിയൊരു ഹിക്കപ്പ് വന്നായിരുന്നു അവിടെ. സോ നമ്മൾ ചെയ്തതെന്ന് പറയുമ്പോൾ ഒരു ബട്ടൺ ആഡ് ചെയ്തു. ബട്ടൺ ആഡ് ചെയ്തിട്ട് ബട്ടണിനെ കോംപ്ലിമെന്റ് ആയിട്ടൊരു ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ എഴുതി. ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ചെയ്യുന്നത് സിമ്പിളാണ്. ഈ എലമെന്റിനെ എടുക്കും. എലമെന്റിനെ എടുത്തിട്ട് ഈ എലമെന്റിന്റെ സ്റ്റൈൽ പ്രോപ്പർട്ടി നമ്മൾ ഡിഫോൾട്ട് വൈറ്റ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ വൈറ്റ് മാറ്റി റെഡ് ആക്കി സ്റ്റെപ്പ് ടെക്സ്റ്റ് ഫുൾ റെഡ് ആവും. ഇതാണ് സംഭവം. നമ്മളിപ്പോൾ ചേഞ്ച് കളർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് സംഭവം റെഡ് ആവും. ഓക്കെ അല്ലേ? ഇത്രയാണ് നമ്മൾ ലോജിക്ക് കഴിഞ്ഞായിരുന്നു. ഇവിടെ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഫേക്കൾട്ടീസ് എന്നാണ്. അപ്പം അത് ഫുൾ കഴിഞ്ഞായിരുന്നു. അപ്പം ഇനി നമുക്കിവിടെ 2 ചേഞ്ച് ഉണ്ടായി അല്ലേ? നമുക്കിവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായി, നമുക്കിവിടെ ലോജിക്കും കംപ്ലീറ്റ് ചെയ്തു. അപ്പം നമുക്ക് രണ്ട് ചേഞ്ച് ആയിട്ട് തന്നെ കമ്മിറ്റ് ചെയ്യാം. ആദ്യം ഇതിനകത്ത് പോവാം. ഇതിനകത്ത് പോയിട്ട് ഞാൻ ഇത് രണ്ടും ചേർത്ത് പറയാം, ഫിനിഷ് ദ ലോജിക്. അപ്പം ഞാൻ കമ്മിറ്റ് ചെയ്തു. ഇനി ഞാനിവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാറ്റി. ഇനി ഞാൻ പുതിയ ചേഞ്ച് കമ്മിറ്റ് ചെയ്യും. സാധാരണ നമ്മൾ കമ്മിറ്റുകൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് ഫോക്കസ് ചെയ്യുക. നമ്മൾ ഒരു കാര്യം ചെയ്യും, മാക്സിമം ഗ്രൂപ്പ് ചെയ്ത് ചെയ്യാൻ നോക്കും. അതിനാണ് വേർഷൻ കൺട്രോൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഒരു സ്പെസിഫിക് കാര്യം ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ആ ചേഞ്ച് അത്രയും കൂടെ ഒരു കമ്മിറ്റ് ആയിട്ട്, അതുമായിട്ട് അൺറിലേറ്റഡ് ആയിട്ട് വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് അത്രയും കൂടെ വേറൊരു കമ്മിറ്റ്, അങ്ങനെയാണ് ചെയ്യാറ് സാധാരണ. അപ്പോൾ കമ്മിറ്റ് ചെയ്തു. ഇപ്പം 2 കമ്മിറ്റ് ഉണ്ട്. ഞാൻ 2 കമ്മിറ്റും പുഷ് ചെയ്യാം. നമുക്ക് സിസ്റ്റത്തിലേക്ക് പോവാം. ലോജിക്കൽ ഇതുണ്ടെന്നാണ് പറഞ്ഞത്. ലോജിക്കലായിട്ട് സംഭവം ഉണ്ട്. We are finished. ഇനി എനിക്ക് നോട്ട് ചെയ്യാനുള്ള വേറെ കാര്യം എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെപ്പോസിറ്ററി ഒന്ന് ബ്രൗസ് ചെയ്യാം. അതായത് ഈ റെപ്പോസിറ്ററിക്കകത്ത് എന്തെങ്കിലും ഈ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു URL വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രൗസ് ചെയ്യാം. ഞാൻ ആ റെപ്പോസിറ്ററി URL ഇട്ട് തന്നേക്കാം. ഇതെല്ലാം പബ്ലിക് ആണ്. നമ്മൾ ചെയ്ത ചേഞ്ചസും കോഡും എല്ലാം എല്ലാവർക്കും ബ്രൗസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ശരി. അപ്പോൾ ഇവിടെ ലോജിക് കംപ്ലീറ്റ്, നമ്മൾ ലോജിക്ക് ഫിനിഷ് ചെയ്തു, ടൈപ്പ് ഫിക്സ് ചെയ്തു. അപ്പോൾ ഇത് രണ്ടുമാണ്. ഇനി നമുക്ക് വീണ്ടും ട്രീ ഓർക്കാം. മെയിൻ ഉണ്ടായി, ഡെവലപ്മെന്റ് ഉണ്ടായി, UI ഉണ്ടായി. UI നമ്മൾ ഡെവലപ്മെന്റിലേക്ക് കയറ്റി, എന്നിട്ട് ആദ്യം തന്നെ ലോജിക്കിന് ഒരു ബ്രാഞ്ച് ഉണ്ടാക്കി, എന്നിട്ട് ആ ലോജിക്കിനെ തിരിച്ചെടുത്ത് വീണ്ടും ഡെവലപ്മെന്റിലേക്ക് കയറ്റുകയാണ്. അപ്പോൾ ആ മേജാണിത്. ഞാൻ കൺഫേം മേജ് കൊടുത്തു, മെർജ് ചെയ്തു. ഇനി എനിക്ക് ലോജിക് ബ്രാഞ്ചിനെ ഡിലീറ്റ് ചെയ്യും. ഇവിടെ തന്നെ സജഷൻ വരും, യുവർ ഓൾ സെറ്റ് ദ ലോജിക് ബ്രാഞ്ച് ക്യാൻ ബി സേഫ്ലി ഡിലീറ്റ്. അപ്പോൾ ഞാൻ ഡിലീറ്റ് ബ്രാഞ്ച് കൊടുത്തു, അപ്പോൾ ഡിലീറ്റ് ആയി. ഓക്കെ, ഇനി ഡെവലപ്മെന്റിനെ മെയിനിലേക്ക് മെർജ് ചെയ്യും. കാരണം നമ്മൾ ആപ്ലിക്കേഷൻ ഫിനിഷ് ആയല്ലോ, UI കഴിഞ്ഞു, ലോജിക് കഴിഞ്ഞു, നമുക്ക് ആപ്ലിക്കേഷൻ ഫിനിഷ് ആയി. ഇനി നമുക്ക് അതിനെ മെയിനിലേക്ക് മെർജ് ചെയ്യാം. ഇവിടെയാണ് മെർജ് കൺഫ്ലിക്റ്റ് എന്നൊരു സംഭവം വരും. അപ്പോൾ അത് ആക്ച്വലി കുറച്ച് കൺഫ്യൂസിങ് അല്ല, അത് കുറച്ച് ട്രിക്കിയാണ്. ഇപ്പം എഞ്ചിനീയേഴ്സ് മിക്കവാറും പേര് ഫിയർ ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുമ്പോഴേക്കും മേർജ് കോൺഫ്ലിക്ട്സ് ആണ്. അയ്യോ, മേർജ് കോൺഫ്ലിക്റ്റ് വന്നാൽ എന്ത് ചെയ്യും, മേർജ് കോൺഫ്ലിക്റ്റ് വന്നാൽ ഭയങ്കര പാടല്ലേ. അത് സത്യമാണ്, മേർജ് കോൺഫ്ലിക്ട്സ് ആണ് ഏറ്റവും ഭയങ്കര പാടുള്ള ഒരു സംഭവമാണ്. അപ്പം അതെങ്ങനെ നാവിഗേറ്റ് ചെയ്യാന്നായിരിക്കും നമ്മളിപ്പോൾ നോക്കാം. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഫിനിഷ്ഡ് വേർഷൻ 1 എന്ന് പറയും. കാരണം നമ്മൾ വേർഷൻ 1 ഫിനിഷ് ചെയ്തല്ലോ. അപ്പം ദിസ് വേർഷൻ കണ്ടെയ്ൻസ് UI logic. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കൺഫ്ലിക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. കൺഫ്ലിക്റ്റ് ഉണ്ട്. ആ കൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്താലേ മേർജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ റിസോൾവ് കൺഫ്ലിക്ട്സ് ക്ലിക്ക് ചെയ്യാം. എന്താണ് കൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്? കൺഫ്ലിക്റ്റ് എന്താണെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാം. നിങ്ങളിപ്പം ആദ്യത്തെ ഓർത്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മൾ മെയിനിൽ ഒരു ചേഞ്ച് വരുത്തി, എന്നിട്ട് അതേ ലൈൻ നമ്മൾ ഡെവലപ്മെന്റിൽ ചേഞ്ച് വരുത്തി. ഒരേ ഫയൽ ഒരേ ലൈനാണ്. അപ്പോൾ മേർജ് ചെയ്യുന്ന സമയത്ത്, അതായത് ഞാൻ മെയിൻ ഉണ്ടാക്കിയ മെയിനിൽ ഡെവലപ്മെന്റ് ബ്രാഞ്ച് കോപ്പി എടുത്തു, എന്നിട്ട് മെയിനെ ഞാൻ ചേഞ്ച് ചെയ്തു. മെയിനകത്തുള്ള ഈ ഫയലിൽ ഇതേ ലൈൻ ഞാൻ ചേഞ്ച് ചെയ്തു.
എന്നിട്ട് ഡെവലപ്മെന്റും അതേ ലൈൻ ചേഞ്ച് ചെയ്തു. ഇനി ഞാൻ ഡെവലപ്മെന്റിനെ തിരിച്ച് മെയിനിലേക്ക് മേജ് ചെയ്യാൻ നോക്കുമ്പോൾ ഒരേ ലൈൻ രണ്ടിടത്തും രണ്ട് എൻ്റെ ഡിഫറെന്റ് ലൈനാണ്. അപ്പൊ ഏതെടുക്കണം എന്നുള്ളൊരു ഡൗട്ട് വരും. അതാണ് മേജ് കൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഓട്ടോമാറ്റിക്കലി മേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് മേജ് കൺഫ്ലിക്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ മേജ് കൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെ കാണിക്കും. ഈ ഇൻകമിങ് ചേഞ്ച് ഇതാണ്. അതായത് ഡെവലപ്മെന്റിനെ നമ്മൾ മെയിനിലേക്കാണ് മേജ് ചെയ്യാൻ നോക്കുന്നത്. ഡെവലപ്മെന്റിൽ നിന്ന് ഇൻകമിങ് ചേഞ്ച് ഇതാണ്, മെയിനിലുള്ള ചേഞ്ച് ഇതാണ്, ഏതെടുക്കണം എന്നൊരു ചോദ്യം വരും. അപ്പം മാനുവലായിട്ട് നമ്മൾ അത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം ഏതെടുക്കണം. ഞാനിപ്പോൾ ഡെവലപ്മെന്റിലുള്ളത് എടുക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഈ ചേഞ്ച് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഡിലീറ്റ് ചെയ്ത ശേഷം ഞാനിവിടെ മാർക്ക് ആസ് റിസോൾവ് അടിച്ചു. ഈ കമ്മിറ്റ് മേജ് ചെയ്ത് കഴിഞ്ഞാൽ ആ മേജ് കൺഫ്ലിക്റ്റ് റിസോൾവ് ആയി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് മേജ് ചെയ്യാം. ഓക്കെ, നമ്മൾ മെയിൻ ഫിനിഷ് ചെയ്ത് നമ്മുടെ പ്രൊജക്ട് റെഡിയായി. ഇനി നമുക്കിത് ഗിറ്റപ്പ് പേജിൽ ഒന്ന് ഹോസ്റ്റ് ചെയ്ത് നോക്കാം. എന്താണ് ഗിറ്റപ്പ് പേജസ്? ഗിറ്റപ്പ് പേജ് എന്ന് പറയുമ്പോഴേക്കും നമ്മളെ ഒരു വെബ് ആപ്പ് ഉണ്ട്, ഒരു HTML CSS വെബ് ആപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഹോസ്റ്റ് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം ഗിറ്റപ്പ് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പം പലരും എന്നോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റനാണ്, എനിക്ക് ഒരു വെബ് ആപ്പ് ഉണ്ടാക്കാൻ അറിയാം, ഞാൻ വെബ് ആപ്പ് ഉണ്ടാക്കി ലോക്കലി റൺ ചെയ്തു, ഞാനത് എങ്ങനെ പബ്ലിഷ് ചെയ്യും, ഞാൻ ഉണ്ടാക്കിയ സാധനം എങ്ങനെ ലോകത്തെ കാണിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒറ്റ വെബ് ആപ്പ് ആണെങ്കിൽ ഏറ്റവും സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള വഴി ഗിറ്റപ്പ് പേജസ് ആണ്. അതിനകത്ത് ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു URL ഗിറ്റപ്പ് ഉണ്ടാക്കി തരും. അപ്പോൾ അത് വെച്ച് നമുക്ക് വളരെ പെട്ടെന്ന് സംഭവം എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ പബ്ലിഷ് ചെയ്യാം. അപ്പോൾ അത് ചെയ്യാനായിട്ട് അത് സെറ്റിംഗ്സിൽ പോവുക, എന്നിട്ട് സൈഡിൽ പേജസ് എടുക്കുക. നമ്മൾ റെപ്പോസിറ്ററി പബ്ലിക് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ഇവിടെ പബ്ലിക് എന്ന് സെറ്റ് ചെയ്താണ് ക്രിയേറ്റ് ചെയ്തത്. പ്രൈവറ്റ് എന്ന് സെറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് ഇത് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ പേജ് പബ്ലിക് ആണെങ്കിൽ പേജ് വർക്ക് ചെയ്യുള്ളൂ. പേജിൽ പോയി ബ്രാഞ്ച് നൺ മാറ്റി ഇപ്പം നമ്മൾ ഏറ്റവും സ്റ്റേബിൾ കോഡ് ബേസ് ഉള്ളത് മെയിനിലാണ്. ആദ്യം നമ്മൾ പറയുന്നതായിരിക്കും മെയിനിലുള്ള കോഡ് മാത്രം ഡിപ്ലോയ് ചെയ്താൽ മതി. ഞാൻ മെയിൻ എടുത്തു, എന്നിട്ട് ഇവിടെ സേവ് ഇട്ടു. ഓക്കെ, ഇപ്പോൾ ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഇതിലേക്ക് വരാം. ഇപ്പോൾ വേറൊരു കാര്യം സംഭവിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമുക്കിവിടെ ഒരു CI ചെക്ക് റൺ ആവാൻ തുടങ്ങി. ഇത് സംഭവം വേറൊന്നുമല്ല, ഇനി എന്ത് കോഡ് മെയിനിലേക്ക് വന്നാലും ഈ CI ചെക്ക് തനിയെ ആദ്യം കോഡ് വായിച്ച് നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ എടുത്ത് ഗിറ്റപ്പ് പേജിലേക്ക് ഡിപ്ലോയ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ടിക്ക് മാർക്ക് വീഴും. അതിനുശേഷം നമ്മുടെ പേജ് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഫ്ലോ എന്ന് പറയുക. ഇതിൻ്റെ PO ചെക്ക് ഫിനിഷ് ആയെന്നാണ് പറയുന്നത്. ഓക്കെ നമ്മൾ ചെക്ക് ഫിനിഷ് ആയി. ഓക്കെ, ഇതിപ്പോൾ ഈ URL ഇപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്ന് ആക്സസ് ചെയ്താലും നിങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ ആക്സസ് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ പേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളിവിടെ ലൈവായിട്ട് ചേഞ്ച് വരുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ആക്സസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് URL ഉണ്ടാക്കുന്നത് സിമ്പിളാണ്. ആദ്യം യൂസർ നെയിം .github.io എന്നിട്ട് / റെപ്പോസിറ്ററിയുടെ പേര്, അതായിരിക്കും URL. ഓക്കെ അല്ലേ? ഞാൻ ഈ URL അയച്ചേക്കാം, നമ്മുടെ ചാറ്റിനകത്ത് അയച്ചേക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ഫംഗ്ഷനാലിറ്റി കൂടെ ആഡ് ചെയ്യാം. നമുക്കൊരു ഫോം ഇടാം. ഫോം ഇട്ടിട്ട് ഒരാളുടെ പേര് എഴുതി അത് വാലിഡേറ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പം അത്രയും കൂടെ ആയിരിക്കും ഇന്നത്തെ സെഷനിൽ ഉണ്ടാവുക. അപ്പോൾ അത് നമുക്ക് ലോജിക് ബ്രാഞ്ചസിനെ ചെയ്യാം. ശരി, അപ്പോൾ നമുക്കിനി ഡെവലപ്മെന്റിലേക്ക് തിരിച്ചു പോവാം. ഇനി നമുക്ക് പുതിയൊരു സംഭവം ഇടാം. അപ്പം ഞാൻ ഇനി ഗിറ്റബ് ഇഷ്യൂസ് കൂടെ കാണിച്ചു തരാം. അപ്പം ഞാൻ പുതിയൊരാൾ വന്നിട്ട് പറയുകയാണ്, പുതിയൊരു ആൾ വന്നിട്ട് പറയുകയാണ് എനിക്കൊരു ഫീച്ചർ വേണമെന്ന് തോന്നുകയാണ്. ഞാൻ അങ്ങനെയാണെങ്കിൽ
പുതിയൊരു ഞാൻ വേറെ ഡിവൈസിൽ നിന്ന് ഒരു പുതിയൊരാൾ വന്ന് ഇഷ്യൂ ഓപ്പൺ ചെയ്യുന്നത് സിമുലേറ്റ് ചെയ്ത് കാണിച്ചു തരാം. വിശാൽ ചാറ്റ് വിൻഡോയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആണോ മാം? ഞാൻ ഒരു മിനിറ്റ്. അതെ അതെ, ഗോഡാഡി പോലെ തന്നെ ഏകദേശം ഗോഡാഡി പോലെ തന്നെ സിമിലർ ആണ്. ഗോഡാഡി എന്ന് പറയുമ്പോഴേക്കും ഇപ്പൊ ഗോഡാഡി മാത്രം വെച്ച് നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഗോഡാഡി ഒരു ഡൊമൈൻ വാങ്ങാനേ പറ്റുള്ളൂ. ഗോഡാഡിയിൽ നമ്മൾ പൈസ കൊടുത്തൊരു ഡൊമൈൻ വാങ്ങണം. വാങ്ങിയ ശേഷം ആ ഡൊമൈനിനെ നമ്മൾ ഇഷ്ടത്തിന് കൺഫിഗർ ചെയ്തിട്ട് ഹോസ്റ്റ് ചെയ്യാം. പക്ഷെ ഇവിടെ നമ്മൾ പൈസ കൊടുക്കേണ്ട, ഗിറ്റബിന്റെ ഡൊമൈൻ തന്നെ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഡിഫറൻസ്. ഗോഡാഡി ശരിക്കും ഗോഡാഡി ഒരു ഹോസ്റ്റിംഗ് സർവീസ് നമുക്ക് പറയാൻ പറ്റില്ല. ഗോഡാഡി മെയിൻ ആയിട്ട് ഒരു DNS കിട്ടുന്ന ഒരു DNS പ്രൊവൈഡറാണ്. അവർ ഡൊമൈൻ തരുന്ന ഒരു പ്രൊവൈഡറാണ്. ഡൊമൈൻ നെയിംസ് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു പ്രൊവൈഡറാണ് ഗോഡാഡി. ഗോഡാഡിയിൽ നിന്ന് വാങ്ങണം, ഡൊമൈൻ വാങ്ങണം. ഇനി ഗോഡാഡിയിൽ നിന്ന് വാങ്ങുന്ന ഡൊമൈൻ നമുക്ക് ഗിറ്റബ് ആക്സൻസ് വെച്ച് ഹോസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് എങ്ങനെ പറഞ്ഞാലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോഡാഡി ഡൊമൈൻ തരും, പക്ഷേ ഗോഡാഡി സെർവർ തരില്ല. സെർവർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കണ്ടന്റ് ഒരാൾക്ക് സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കമ്പ്യൂട്ടർ വേണം, ഒരു ഫിസിക്കൽ കമ്പ്യൂട്ടർ വേണം. അപ്പോൾ ആ കമ്പ്യൂട്ടർ നമ്മൾ ഒന്നുകിൽ നമുക്ക് വാടക കൊടുത്ത് സെർവർ റെന്റിന് എടുക്കാം. പക്ഷെ അങ്ങനെ ഒരു ചെറിയൊരു വെബ് ആപ്പിനായിട്ട് അത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, അത്രയും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഗിറ്റബ് ആക്സൻസ് ഗിറ്റബ് പേജ് തരുന്നത് ഈ സെർവറും കൂടെ നമുക്ക് തരും. അതായത് ഈ ഒരു ഫിസിക്കൽ കമ്പ്യൂട്ടർ കൂടെ നമുക്ക് തരും, വാടകയ്ക്ക് തരും. അപ്പോൾ ആ കമ്പ്യൂട്ടറിലേക്കാണ് നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നത്. അപ്പോൾ ആ കമ്പ്യൂട്ടർ തന്നെ കണ്ടന്റ് സെർവ് ചെയ്തോളൂ. ഇനി ഗോഡാഡിൽ ഒരു ഡൊമൈൻ വാങ്ങിയിട്ട് വേണമെങ്കിൽ ഈ കമ്പ്യൂട്ടറായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും, ഗിറ്റബിന്റെ കമ്പ്യൂട്ടറായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ലിങ്ക് ചെയ്യുവാണെങ്കിൽ, ഗിറ്റബിന്റെ സെർവറായിട്ട് ലിങ്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഗോഡാഡിയുടെ ഡൊമൈനിൽ യൂസേഴ്സ് വരുമ്പോഴേക്കും അവരെ റീഡയറക്ട് ചെയ്ത് സെയിം കണ്ടന്റ് സെർവ് ചെയ്യാൻ പറ്റും. ഗോഡാഡിക്കായിട്ട് ഹോസ്റ്റിംഗ് സർവീസ് ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. ഡൊമൈൻ പ്രൊവൈഡറാണ് ഗോഡാഡി. അപ്പോൾ ആ ഡൗട്ട് ക്ലിയർ ആണോ? ഞാൻ പറയുന്നത് ക്രിപ്റ്റിക്കായി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഓക്കെ 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 മാം. ഓക്കെ, സോ ഇപ്പം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ പബ്ലിക് ആണ്, ആർക്ക് വേണോ കാണാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് വേറെ പുറത്തുനിന്നുള്ള ഒരാൾ വന്ന് ഈ ആപ്ലിക്കേഷൻ ബ്രൗസ് ചെയ്യുകയാണ്. അപ്പോൾ അയാൾക്ക് ഒരു ഇഷ്യൂ തോന്നി, അയാളത് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇപ്പോൾ ഇഷ്യൂ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഒരു യൂസർ വന്ന് നമ്മളാണ് ഓണർ, നമ്മൾ പോയി നോക്കി ഇതെന്താണ് ഇഷ്യൂ, ഒരു ഇഷ്യൂ ഓപ്പൺ ചെയ്തിട്ടുണ്ടല്ലോ. എക്കോ നെയിം ഇസ് ഇൻ ദിസ് ആപ്ലിക്കേഷൻ മിസ്സിംഗ് എ ഫംഗ്ഷനാലിറ്റി ടു എക്കോ നെയിംസ്. ഓക്കെ, അപ്പം യെസ്, അപ്പം നമുക്ക് അയാളുടെ റിപ്ലൈ, ഇതൊരു ചാറ്റ് ബോക്സ് പോലെയാണ് കേട്ടോ. നമ്മൾ ഈ വെബിലൊക്കെ ഫോറംസ് കണ്ടില്ലേ, ട്വിറ്റർ ത്രെഡ് കണ്ടില്ലേ, അതേപോലെയാണ് സംഭവം. അപ്പം ഞാൻ ഇത് പറഞ്ഞു. പുള്ളിക്കാരൻ റിപ്ലൈ ചെയ്തു. ഓക്കെ, പുള്ളിക്കാരൻ റിപ്ലൈ ചെയ്തു. ഇനി ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഈ ഇഷ്യൂവിനായിട്ട് ഒരു ബ്രാഞ്ച്, ഇഷ്യൂ നമ്പർ 4 ആണ് ഇഷ്യൂ. ഈ ഇഷ്യൂവിനായിട്ട് എനിക്ക് ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ടാക്കാൻ പറ്റും. ഡയറക്റ്റ് ഇവിടെ തന്നെ ഉണ്ട്, ക്രിയേറ്റ് എ ബ്രാഞ്ച് ഫോർ ദിസ് ഇഷ്യൂ. അപ്പം ഞാനിപ്പോൾ ഒരു ബ്രാഞ്ച് ഉണ്ടാക്കിയാണ്, ഇഷ്യൂ 4 എന്ന് ഇരിക്കട്ടെ ബ്രാഞ്ചിന്റെ പേര്, ഇഷ്യൂ 4. ഓക്കെ, ക്രിയേറ്റ് ബ്രാഞ്ച് എടുത്തു. ഇപ്പോൾ ഇത് 2 കമാൻഡ്സ് കാണിച്ചിരുന്നുണ്ട്. 2 കമാൻഡ്സ് ഞാൻ എൻ്റെ പ്രോജക്റ്റിനകത്ത് റൺ ചെയ്യാം. ഹിറ്റ് ഫെച്ച് ഒറിജിൻ ചെയ്ത് നമ്മൾ അറിയുന്ന കമാൻഡ്സിനാണ്, അത് കാണിച്ചിരുന്നേ ഉള്ളൂ.
എന്നിട്ട് ആ ബ്രാഞ്ചിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, പിന്നെ ഈ ബ്രാഞ്ചിൽ പറയുന്നത് ഒരു പേര് എക്കോ ചെയ്യുന്ന ഫോം വേണമെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് അത് ഉണ്ടാക്കാം. നമുക്ക് റെപ്പോസിറ്ററി തൽക്കാലം മറന്നു കളയാം. എന്നിട്ട് നമുക്ക് ഇതുണ്ടാക്കാം. ഇതുണ്ടാക്കിയിട്ട് തിരിച്ച് അതിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് ആദ്യം പേര് എൻ്റർ ചെയ്യാൻ ഈ ബട്ടൺ നമുക്ക് ചേഞ്ച് കളർ മാറ്റി എക്കോ നെയിം എന്നാക്കാം. നോക്കാം, ഇവിടെ ഹായ് ഒന്നില്ലാത്തൊരു സ്പേസ് ആണ്. അതിൻ്റെ പേര് നെയിം ഒന്നിടാം. വിശാല, അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആണോ മാം? ഒരു മിനിറ്റ്. അത് ഡിപ്പെൻസ്. എക്സാം സെർവറിനായിട്ട് ഫംഗ്ഷൻ, അതായത് സെർവറിനകത്ത് ഫംഗ്ഷൻസ് ഉണ്ടോ, അതായത് സെർവറിനകത്ത് ലോജിക് ഉണ്ടോ? വൃന്ദ മാം, എക്സാം സെർവറിനകത്ത് ഫംഗ്ഷൻസ് ഉണ്ടോ? അത് എക്സാം സെർവർ ജസ്റ്റ് ഇൻഡെക്സ് ആ HTML ജസ്റ്റ് സെർവ് ചെയ്യുക മാത്രമാണോ ചെയ്യുക? എന്താണ് ചെയ്യുന്നത്? ഇപ്പോഴുള്ള സെറ്റപ്പ് എന്താണ്? ഇങ്ങനെയാണ്. HTML അത് ഉറപ്പായിട്ടും ഗിറ്റബിലോട്ട് മൂവ് ചെയ്യാം. അതിനൊരു സെർവറിന്റെ ഒരു ആവശ്യമില്ല. അത് ഗിറ്റബിലേക്ക് മൂവ് ചെയ്യാം. ഇവിടെ ഇപ്പം എക്സാം സെർവർ ഇപ്പം ശരിക്കും അവിടെ എന്താണ് ചെയ്യുന്നത്? അത് ജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഇൻഡെക്സ് HTML എടുക്കും, CSS ഫയൽസ് എടുക്കും, എന്നിട്ട് നമ്മളത് ക്ലയന്റിന് അയച്ചു കൊടുക്കും. അത്ര ചെയ്യുന്നുള്ളൂ. അപ്പൊ അതൊരു അൺനെസറി. അവിടെ സെർവറിന്റെ ആവശ്യമില്ല. അവിടെ നമ്മളത് ഗിറ്റബ് വെച്ച് മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഗിറ്റബ് പേസ് ഹാൻഡിൽ ചെയ്തോളും. നമ്മളിപ്പോൾ അതാണ് ചെയ്തത്. നമ്മളിപ്പം ഇത്രയും നേരം നമ്മളിപ്പോൾ അതാണ് ചെയ്തത്. ജസ്റ്റ് ഇൻഡെക്സ് ഉണ്ട്, HTML ഉണ്ട്, CS ഉണ്ട്, JS ഉണ്ട്. നമ്മളിപ്പം നമ്മുടെ റെപ്പോ നോക്കിയാൽ അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ 3 ഫയൽസ് ഉണ്ടാക്കി. ആ 3 ഫയൽസും ക്ലയന്റിനെ സെർവ് ചെയ്യുകയാണ്. അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? വേറെ ഒന്നുമില്ല. അത് ഡെഫിനറ്റ്ലി ഡൂവബിൾ ആണ്. അങ്ങനെയാണ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അതിന് പ്രത്യേക ഒരു സെർവർ റൺ ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു ഓവർ ഹെഡ് ആണ് സെർവർ റൺ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? എപ്പം ഗിറ്റബ് പേജ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെർവറിൽ ലോജിക് ഉണ്ട്. ഇപ്പൊ ഇതൊരു യൂസർ ഓതൊക്കെയുള്ള ആപ്ലിക്കേഷൻ ആണ്. നമുക്ക് ഡാറ്റാബേസ് ഉണ്ട്, ആ ഡാറ്റാബേസ് കണക്റ്റഡ് ആയിട്ട് യൂസർ ഓതുണ്ട്. അപ്പം അങ്ങനെ ക്ലൗഡിൽ റൺ ചെയ്യേണ്ട ഫംഗ്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഗിറ്റബ് വെച്ച് ഡിപ്ലോയ് ചെയ്യാൻ പറ്റില്ല. കാരണം ഗിറ്റബിന്റെ സെർവറിന്റെ പുറത്ത് നമുക്ക് കൺട്രോൾ ഇല്ല. നമുക്ക് എന്താ പറയാ, നമുക്ക് അല്ലെങ്കിൽ അപ്പം അങ്ങനെ നമുക്ക് കൺട്രോൾ ഇല്ല. അതുകൊണ്ട് ഡിപ്ലോയ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ വേറൊരു രീതിക്ക് ചെയ്യാൻ പറ്റും. ഇല്ലില്ല, PHP ഫയൽ ഉണ്ടെങ്കിൽ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, PHP ഫയലിൽ ലോജിക് ഉണ്ട്. അപ്പോൾ PHP ഫയലിൽ ലോജിക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഒരു PHP പ്രോസസർ വേണ്ടേ? PHP എക്സിക്യൂട്ട് ചെയ്യുന്ന ലാംഗ്വേജ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ് വേണ്ടേ? ഇപ്പോൾ ഗിറ്റബ് ആക്സസ് അങ്ങനെ തരത്തില്ല. ഗിറ്റബ് ആക്സസ് ആകെ തരുന്ന ഒരു എൻവയോൺമെന്റ് HTML CSS JS ഫയൽസ് കാണുമ്പോൾ അത് സേവ് ചെയ്ത് കൊടുക്കും. അത്രേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ PHP ഉണ്ടെങ്കിൽ അത് പറ്റില്ല. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സജഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ PHP സെർവറിനെ ഡിപ്ലോയ് ചെയ്യണം. ഇപ്പം domain.com ആണെന്ന് വെച്ചു. domain.com ഒരു ഡൊമൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ API.domain.com എന്നൊരു സംഭവത്തിലേക്ക് ആ സെർവറിനെ ഡിപ്ലോയ് ചെയ്യണം. PHP സെർവറിനെ ഡിപ്ലോയ് ചെയ്യണം. അപ്പോൾ PHP സെർവറിലേക്ക് HTTP റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് റെസ്പോണ്ട് ചെയ്യുന്ന രീതിക്ക് സെറ്റ് ചെയ്ത് വെക്കണം.
എന്നിട്ട് HTML, CSS, JS ഫയൽസ് മാത്രം GitHub Actions ഡിപ്ലോയ് ചെയ്യണം. എന്നിട്ട് എന്ത് കണ്ടന്റ് ആണോ ഫെച്ച് ചെയ്യേണ്ടത് അതായത് ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് ആ API പോയി ഫെച്ച് ചെയ്തുകൊണ്ട് വരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് GitHub സോറി റെക്കോർഡിംഗിൽ ചെറിയ ഹിക്കപ്പ് ഉണ്ടായിരുന്നു. വൃന്ദ മാം, ഞാൻ പറഞ്ഞ പ്രൊസീജിയർ ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞ ഉദ്ദേശിച്ച ക്ലിയർ ആയോ? PHP ഫയൽ ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ശരി, നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോ എന്താണ് ചെയ്യുന്നത്? ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. നമുക്ക് ചെറിയൊരു ടെക്നിക്കൽ സ്റ്റെപ്പ് ഉണ്ട് റെക്കോർഡിങ്ങിൽ. ജസ്റ്റ് ഒരു മിനിറ്റ്. ഓക്കെ, അങ്ങനെ നമുക്ക് റെസ്യൂം ചെയ്യാം. നമുക്കിവിടെ ഈ നെയിം എന്നുള്ളതിന് വരുന്ന വാല്യൂ എടുത്തിട്ട് ഗെറ്റ് ദി വാല്യൂ ഫ്രം ഓക്കെ. അപ്പോൾ നമ്മുടെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്കോ ആവുന്നൊരു ഫംഗ്ഷനാലിറ്റി ആയി. ഇനി നമുക്ക് ഈ ഫംഗ്ഷനാലിറ്റി നമ്മളിപ്പോൾ ഇഷ്യൂ 4 ബ്രാഞ്ചിലാണ്. നമുക്ക് ഈ ഫംഗ്ഷനാലിറ്റിയെ കമ്മിറ്റ് ചെയ്യാം. ഫംഗ്ഷനാലിറ്റി ക്ലൗഡിലേക്ക് പുഷ് ചെയ്യാം. ഫിനിഷ്ഡ് എക്കോ ഫംഗ്ഷൻ. ഓക്കെ, പുഷ് ചെയ്തു, ഞാൻ സിങ്ക് ചെയ്തു. ഇനി നമുക്കൊരു പുൾ റിക്വസ്റ്റ് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ അയാളെ മെസ്സേജ് വരാം. ആസ് പെർ ദി ഫീച്ചർ റിക്വസ്റ്റ് ബൈ ആളുടെ പേര്, ഇത് ഞാൻ ഇയാളെ മെൻഷൻ ചെയ്തിടുമ്പോൾ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ മെൻഷൻ ചെയ്ത് ഗ്രൂപ്പ് ചാറ്റിൽ ഇടുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരില്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇടുമ്പം മറ്റേ യൂസറിന് നോട്ടിഫിക്കേഷൻ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഇഷ്യൂ ഓട്ടോമാറ്റിക്കലി ലിങ്ക് ആവും. ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ആ ഇഷ്യൂവിൻ്റെ പേരിലാണ് ഈ PR ഉണ്ടായത് ലിങ്ക് ആവും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്ട്രക്ചർ ഓർത്ത് ഞാൻ മനസ്സിലായി. ഇത് വലിയ പ്രോജക്റ്റ് ആകുമ്പോൾ പല പല ഇഷ്യൂസ് വരും. ആ ഇഷ്യൂസിനെ ട്രാക്ക് ചെയ്യാൻ പല പല പുൾ റിക്വസ്റ്റ് വരും. അപ്പോൾ അത് മേർജ് ചെയ്ത് കഴിയുമ്പോൾ ആ ഇഷ്യൂ ക്ലോസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ഓർഗനൈസേഷൻ കൊണ്ടുവരും. ഇങ്ങനെ ഒരു നമുക്ക് നല്ലൊരു സ്ട്രക്ചർ തരും GitHub. വെറും Git ആണെങ്കിൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനാണ് GitHub എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മേർജ് ചെയ്യാം. മേർജ് ചെയ്യുന്നതിന് മുന്നേ ഇപ്പോൾ ആ പുള്ളി കണ്ടു എന്ന് വെച്ചു. പുള്ളി ഒന്നൊരു കമൻറ്റ് ഇട്ടു. ഇപ്പോൾ ജസ്റ്റ് വാട്ട് ഐ വാണ്ടഡ്. അപ്പോൾ എനിക്ക് നമ്മൾ റിയാക്ട് ചെയ്തു. നമുക്ക് പുള്ളി ഇഷ്ടപ്പെട്ടു, റിയാക്ട് ചെയ്തു. ഇനി നമുക്ക് മേർജ് ചെയ്യാം. മേർജ് ചെയ്ത് കഴിഞ്ഞു. മേർജ് ചെയ്യുമ്പോൾ വീണ്ടും ആ ചെക്ക് ആണ്. നോക്കണം, ഞാൻ ഈ ചേഞ്ച് ഡിപ്ലോയ് ചെയ്യാൻ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഈ CI ചെക്ക് ഡിറ്റക്ട് ചെയ്തു പുതിയൊരു കമ്മിറ്റ് ഉണ്ടെന്ന്.
അപ്പോൾ ആ കമ്മിറ്റ് ഡിറ്റ് ചെയ്തപ്പോഴേക്കും CH ഒക്കെ പുതിയ വീണ്ടും റൺ ആവാൻ തുടങ്ങി, കോഡ് വായിക്കും, കോഡിൽ ഡിപ്ലോയ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് ഡിപ്ലോയ് ചെയ്യും. അപ്പോൾ നമുക്ക് ഉടനെ ആ ചേഞ്ച് ലൈവായി കിട്ടും. അപ്പോൾ ഇതാണ് GitHub ആക്ഷൻസ്. ഇത് ഇപ്പം നിങ്ങളിപ്പോൾ ഇന്നത്തെ സെഷനിൽ നിങ്ങൾ ഞാൻ ഹോപ്പ് ചെയ്യുന്നത് നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ നമ്മൾ ഇത്രയും ഇന്നിപ്പോൾ മനസ്സിലാക്കിയത് വെബ് ഡെവലപ്മെന്റ് കുറച്ച് കണ്ടു, GitHub AS കണ്ടു, ടൂൾസ് കണ്ടു, VS കോഡും ഗിറ്റും ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ഓക്കെ എന്നല്ലേ? വേറെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടാവുമോ? ഇപ്പോൾ ഇത് ഡിപ്ലോയ് ആയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇത് റിഫ്രഷ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ഓക്കെ, ചെക്കായി. ഞാനിപ്പോൾ വിശാൽ എൻ്റെ പേരടിക്കുകയാണെങ്കിൽ വിശാൽ, ഇത് സോറി ഇല്ല പ്ലസ്, ഇത് ആ URL ആണ്. നിങ്ങൾ URL എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ പേരടിച്ച് കഴിഞ്ഞിട്ട് കോനെയും കൊടുക്കുകയാണെങ്കിൽ വിശാൽ വർക്കാകുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത ചേഞ്ച് ഇതിലേക്ക് ഡിപ്ലോയ് ചെയ്തു. ഓക്കെ അല്ലേ? ഇപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളൂ. അപ്പോൾ അത്രയായിരിക്കും സെഷൻ്റെ. ഇന്ന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു ഇമെയിലിലോ എനിക്കൊരു ഇമെയിൽ ഡ്രോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. ഇതാണ് എൻ്റെ GitHub ID. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇതിൽ എൻ്റെ വർക്ക് കാണണമെങ്കിൽ നിങ്ങൾ ഈ URL കയറി കഴിഞ്ഞാൽ ബ്രൗസ് ചെയ്യാൻ പറ്റും. എന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഇതിൽ കുറച്ച് മെസ്സേജ് ഇട്ടാൽ മതി. എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഹൗ ടു ചേഞ്ച് ദി URL. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. URL ചേഞ്ച് ചെയ്യുന്നതിന് നമുക്കിപ്പോൾ ഡൊമെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഡൊമെയിൻ ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഈ GitHub വെച്ച് ഡിപ്ലോയ് ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ URL എനിക്ക് തോന്നുന്നു മാം ഉദ്ദേശിച്ചത് ഡൊമെയിൻ നെയിം ആയിരിക്കും. URL നമുക്ക് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ index.html ആണെങ്കിൽ അത് index.html ആയിരിക്കും, റൂട്ട് URL ആയിരിക്കും. ഇപ്പം test.html ആണെങ്കിൽ /test ആയിരിക്കും കാണിക്കുന്നത്. അത് മാറ്റാൻ പറ്റില്ല. അത് മാറ്റണമെങ്കിൽ GitHub AS യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ആ റൗട്ടറൊക്കെ വെച്ച് അതൊക്കെ മാറ്റിയിടണമെങ്കിൽ അതൊരു കോംപ്ലക്സ് വെബ് ആപ്പ് ആവും. അപ്പം നമുക്ക് വെറും GitHub AS വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം മാം ഉദ്ദേശിക്കുന്ന ഈ ഡൊമൈൻ മാറ്റാനാണെങ്കിൽ നമ്മളിപ്പോൾ ഗോഡാഡിയിൽ വല്ലതും ഡൊമൈൻ വാങ്ങിച്ചിട്ട് ഇവിടെ അത് കണക്ട് ചെയ്താൽ മതി. ആ ഡൊമൈൻ ഇവിടെ കണക്ട് ചെയ്താൽ മതി. ഇപ്പം എനിക്ക് ഇവിടെ ഒരു ഡൊമൈൻ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സേവ് ചെയ്താൽ അത് കണക്ട് ആയിട്ട് ആ ഡൊമൈനായിട്ട് കണക്ട് ആയിട്ട് ആ ഡൊമൈനിൽ ആരെങ്കിലും ചെല്ലുമ്പോഴേക്ക് റീഡയറക്ട് ചെയ്ത് ഈ പേജ് കാണിച്ചു തരും. ഇപ്പം ഇവിടെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഇത് ഇത്ര സ്ട്രൈറ്റ് ഫോർവേഡ് അല്ല. ഡൊമൈനിന്റെ നിങ്ങൾ ആ ഗോഡാഡിക്കകത്ത് ഒരു DNS മാനേജ്മെന്റ് കൺസോൾ ആണ്. അപ്പം അതിനകത്ത് ആ DNS സെർവറിനെ മാറ്റി ഗിറ്റബിലേക്ക് പോയിന്റ് ചെയ്യേണ്ടി വരും. ഒരു റെക്കോർഡ് ആഡ് ചെയ്ത് ഗിറ്റബിലേക്ക് പോയിന്റ് ചെയ്യേണ്ടി വരും. അത് ഇവിടെ വായിച്ചു നോക്കിയാൽ മതി. കൺഫിഗറിംഗ് കസ്റ്റം ഡൊമൈൻ ഫോർ GitHub AS സൈറ്റിൽ ഈ ആർട്ടിക്കിൾ ഉണ്ട്, ഈ ലിങ്ക് ഉണ്ട്. ഈ ലിങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് പോയിട്ട് അവിടെ ഫുൾ ലിസ്റ്റ് ചെയ്ത് കാണിച്ചു തരും. അത് ഫുൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ബേസിക് സ്റ്റെപ്സ് എന്ന് പറയുമ്പോഴേക്കും സെക്യൂർ എടുക്കുക. സെക്യൂർ എന്ന് വെച്ചാൽ HTTPS ആണോ? HTTPS ഉണ്ടോ എന്നാണോ? ഉണ്ട്. അത് നമുക്ക് അതും എനേബിൾ ആൻഡ് ഡിസേബിൾ ചെയ്യാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, നമുക്ക് സെക്യൂരിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഡൊമൈൻ നെയിം കണക്ട് ചെയ്തിട്ട് ഇതിനെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ HTTPS മാറി HTTP ആവും. ടിക്കറ്റ് കഴിഞ്ഞാൽ HTTPS വരും. പിന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ HTTPS വരും. വേറെ ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ മാം, താങ്ക് യു. ബാക്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടാവും? എന്നാൽ ഞാൻ ഒന്നുകൂടെ പറയുന്നത് ജസ്റ്റ് സ്ട്രൈറ്റ് ഫോർവേഡ് ആണ്. ഗോഡാഡിക്കകത്ത് DNS മാനേജ്മെന്റ് കൺസോൾ ആണ്. അപ്പം അതിനകത്ത് റെക്കോർഡ് ഉണ്ടാവും. അപ്പം ആ റെക്കോർഡാണ് നമ്മൾ ഡൊമൈൻ എങ്ങോട്ട് പോയിന്റ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത്, എൻ്റെ അസംഷനാണ്, ഷുവർ അല്ല, അത് ആ ആർട്ടിക്കിൾ വായിച്ചൊക്കെ അറിയുള്ളൂ. ആ റെക്കോർഡിനെ എടുത്തിട്ട് ഗിറ്റബിന്റെ സെർവറിലേക്ക് പോയിന്റ് ചെയ്താൽ മതി. ഗിറ്റബിന്റെ സെർവറിന്റെ IP അവിടെ റെക്കോർഡിന്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് സേവ് ചെയ്ത് കഴിയുമ്പോഴേക്കും DNS റെക്കോർഡിൽ അപ്ഡേറ്റ് ആയ ശേഷം ഓട്ടോമാറ്റിക് ആയിട്ട് അത് റീഡയറക്ട് ചെയ്തോളും എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. എൻ്റെ അസംഷനാണ്, അതൊന്ന് വെരിഫൈ ചെയ്യേണ്ടി വരും. ആ ആർട്ടിക്കിൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഫിനിഷ് ചെയ്യാൻ 12 മണിയായി. നമുക്ക് അങ്ങനെയാണെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. I invite Anup sir to give the vote of thanks. So, hi Vishal once again. So, good afternoon everyone. So today we are concluding our session. So I would like to thank our speakers for giving a wonderful session. From the speakers, Vishal and Mohammed are here, our alumni. And also thanks to Narasimhan sir and Abhijit from ULearn.
And I will also like to thank our organizers, Bindu ma'am, Mitra ma'am, Gigi ma'am, Anisha ma'am, and all the team CS who worked behind this workshop. And I would also like to thank the participants who came forward with enthusiasm and willingness to learn a new subject which is not familiar to us, to all of us actually. So I'm expecting that this coordination will continue again, and the information will be shared among the participants or among the colleges, because it's a comparatively new subjects for us. And finally, for those who have missed classes or need a recap, the video will be available in our YouTube channel. The link will be shared by Bindu ma'am, and so that everyone can be updated. So once again, thank you everyone, and let's learn and grow together. Have a great day. Over to ma'am. Bindu ma'am, over to you. Thank you, everyone. So we are just ending our session, and I hope it was a great session to everyone participated.